ഇന്ന് ഈശോ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞ വലിയൊരു വചനം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധയോട് സൗഖ്യം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ എങ്ങനെയാണ് വെച്ചാൽ സൗഖ്യവും വിടുതലും കിട്ടുന്നത്. അത് കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അല്ല പരിശുദ്ധാത്മാവ് കൂടുതൽ അറിയാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതായത് അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 2:37, 38, 39 വചനം പറയുന്ന പോലെ അപ്പോൾ അവർ ശിഷ്യന്മാരുടെ ഈശോയുടെ അടുക്കലേക്ക് അവർ അല്ല പത്രോസിൻ്റെയും മറ്റ് അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് വന്നു, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഉടനെ പത്രോസ് നിങ്ങൾ പശ്ചാത്തപിക്കും, പാപമോചനത്തിനായി നിങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ, അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും അഭിഷേകങ്ങളൊക്കെ ലഭിക്കും. ഹല്ലേലൂയ. ഇന്ന് അച്ഛൻ പറയാൻ പോകുന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഗ്രേസിനെ, ആ കൃപയെ വർദ്ധിപ്പിക്കാൻ, അനുഗ്രഹങ്ങൾ ഒഴുകി വരാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ക്ഷമയുടെ മേഖലയാണ്. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 24, 25, 26. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും വ്യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഗ്രേസ്, കൃപ നമ്മളിലേക്ക്, അഭിഷേകം, സൗഖ്യമാകട്ടെ, വിടുതലാകട്ടെ, ചിലപ്പോൾ ആത്മീയം ഒക്കെ തടസ്സം മാറണമെങ്കിൽ ആദ്യം വേണ്ട ക്ഷമ. എനിക്ക് ഒരു കുടുംബത്തിലെ ഒരു മകളുടെ ചരിത്രം വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഈ കൊച്ച് നല്ല വിദ്യാഭ്യാസം, പക്ഷെ ജോലിക്ക് പോകുന്നിടത്തൊന്നും ജോലി ശരിയാവുന്നില്ല, എല്ലാം ബ്ലോക്കാണ്. അവസാനം ഒരു ജോലി കിട്ടി, അവിടെ ഭയങ്കര ജോലിയാണ്, നെയ്ക്ക് മടുക്കുകയാണ്, ചാകുകയാണ്. അത് അപ്പൊ ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള കുടുംബത്തില് അപ്പൊ ഈ പേരൻസിനൊക്കെ എനിക്കറിയാം, ഇവരെ ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ട്. എനിക്ക് അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഈ പ്രശ്നം വരുമ്പോൾ ഈ അപ്പനും അമ്മയും മകളോട് അനീതി കാണിച്ചു എന്ന് മകള് വിശ്വസിക്കും. ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ വെച്ചിട്ടുണ്ട്, ഈ മകള് അപ്പനോടും അമ്മയോടും വെറുപ്പാ, പകയാ. അപ്പനും വേണ്ട, എനിക്ക് വേണ്ട, നിങ്ങളെല്ലാം കൂടെ എൻ്റെ ജീവിതം നശിപ്പിച്ചു. അപ്പൊ ഇവൾക്ക് ഒരു ഫോണിൽ പോലും അത്യാവശ്യം വിളിച്ചു, എന്നാ ഉണ്ട്, അപ്പുറത്തേക്കൊന്നുമില്ല, എന്ത് സംഭവിച്ചാലും ഒന്നും നോക്കില്ല, അതുപോലെ വെറുപ്പിൽ അങ്ങ് കഴിയാം. ഈ അവസരത്തിലാണ് എൻ്റെ അടുത്ത് ഈ പ്രശ്നം. ഞാൻ പറഞ്ഞു, മോളെ, നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ പ്രശ്നം, നീ പോകുന്ന വഴികൾ അടഞ്ഞു പോകുന്നതിന്റെ കാരണം നീ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും സൂക്ഷിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കുട്ടിക്ക് ഭയങ്കര നിലവിളിയാ, അച്ഛനറിയാവോ, എൻ്റെ അപ്പനോട് ചെയ്ത്, എൻ്റെ അമ്മേനോട് ചെയ്ത്, എന്നോട് തരംതിരിവ് കാണിച്ചു. ഞങ്ങൾ 3 മക്കളുള്ള കുടുംബം, ഞങ്ങളോട് കാണിച്ചത്, എന്നോട് കാണിച്ചത്, മറ്റെല്ലാവരും അപ്പനെ സ്നേഹിച്ചു, എന്നോട് ഇങ്ങനെ കാണിച്ചു. കുറെ ഞാൻ അത് പറഞ്ഞിട്ട് കാര്യം, ശരിയാണ് സംഭവിച്ചെന്ന് പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിക്കും. പക്ഷേ ഇത് അതിന്റെ പിന്നിൽ അവർക്ക് പറയാൻ, അപ്പനമ്മയ്ക്കും പറയാൻ എന്തെങ്കിലുമൊക്കെ കാരണം കാണും. ചിലപ്പോൾ അപ്പനമ്മ മനഃപൂർവ്വം ചെയ്തതായിരിക്കും, അല്ലെന്നും പറയുന്നു. പക്ഷേ ഇത് ശരി അവർ തെറ്റ് ചെയ്തെന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മൾ ആ വെറുപ്പ് സൂക്ഷിച്ചാൽ നമുക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ദൈവാനുഗ്രഹങ്ങൾ കിട്ടില്ല. മഴ പെയ്യുമ്പോൾ മുകളിൽ വലിയൊരു, ഇപ്പം നമുക്കറിയാം, ഇതിന് മുകളിൽ നമ്മൾ കൂടാരം വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പെരുമഴ പെയ്ത ഇത് താഴോട്ട് വെള്ളം വീഴില്ല, ഇതിവിടെ തടഞ്ഞു നിൽക്കും. ഇതാണ് വെറുപ്പ്. നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും വിദ്വേഷമോ പകയോ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ എത്ര നല്ല എന്ത് ധ്യാനം കുടിക്കും, എത്ര വലിയ അഭിഷേകമുള്ള കൃപകളുള്ള ധ്യാനങ്ങളും അഭിഷേകമുള്ള അച്ഛമ്മയുടെ ഒക്കെ അടുത്ത് പ്രാർത്ഥിച്ചു, പക്ഷേ ഒന്നും കിട്ടത്തില്ല. ഉള്ളിൽ വെറുപ്പും വിദ്വേഷം ഇരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ കൃപ നിന്നിലേക്ക് ഒഴുകിയതാണ്, തടസ്സമാണ്. അതാ ബന്ധനമായിട്ട് ഈശോ തന്നെ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 5:21, നീ കാഴ്ചയർപ്പിക്കാനായിട്ട് ബലിപീഠത്തിന് അരികെ ചെല്ലുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന പക്ഷം നീ ആ കാഴ്ചവസ്തു ബലിപീഠത്തിന്റെ അരികെ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെടുക, അതിനുശേഷം വന്നിട്ട് നീ ബലിയർപ്പിക്കുക. എങ്കിലേ നിന്റെ ആ ബലിയിലൂടെ ദൈവം സംപ്രീതനാവുള്ളൂ. അതുപോലെ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുള്ളൂ. ബലി പൂർണ്ണമാകണമെങ്കിൽ നീ പരസ്പരം ക്ഷമിക്കണം, സഹിക്കണം. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ പോരാ, ഉച്ചത്തിൽ 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് അനേകം മക്കളിൽ പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്ന ഞാൻ കാണാറുണ്ട്. ശരിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്നൊക്കെ ഞാൻ ഒത്തിരി മക്കൾക്ക് വേണ്ടി പഠിച്ചു. ഒരുപാട് അസ്വസ്ഥതയും ബന്ധനത്തിലും മാനസികവും ശാരീരികവും ആത്മീയമായ പീഡകൾ അനുഭവിക്കുന്ന മക്കളെ ഞാൻ കണ്ടുമുട്ടി. ശരിക്കും അവരെല്ലാം മാറ്റി നിർത്തി നമ്മൾ കൗൺസിലിംഗ് നടത്തിക്കൂ. ഒറ്റ കാരണമായിരിക്കും ഇവരുടെ തകർച്ചയുടെ കാരണം. ഇവരുടെ ഉള്ളിലുള്ള പകയുണ്ട്, ഒരു വെറുപ്പുണ്ട്, ഒരു വിദ്വേഷമുണ്ട്. അത് മറന്നിട്ടില്ലത്, അത് കിടക്കുകയാണ്. ചിലപ്പോൾ അപ്പനിലൂടെ ഉണ്ടായ വെറുപ്പാകാം, കുടുംബത്തിൻ്റെ ഒരു വേദനയാകാം, ദുരനുഭവമാകാം, അമ്മയിലൂടെ ദുരനുഭവമാകാം, സ്വന്തം ഭാര്യയിൽ നിന്നുണ്ടായൊരു വഞ്ചിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു വാക്കായിരിക്കാം, ഒരു ചതിയുടെ ഒരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിലൂടെ വന്ന ഒരു മുറിവാകാം, അല്ലെങ്കിൽ ഒരു വാക്കാകാം, ഭർത്താവിൻ്റെ അമ്മായിമ്മയിൽ നിന്നുണ്ടായ ഒരു മുറിവാകാം, അമ്മായിപ്പിൽ നിന്നുണ്ടായ മുറിവാകാം, ചിലപ്പോൾ സഭയിലൂടെ ഒരു വൈദികനിലൂടെ വന്നൊരു വാക്കാകാം, മുറിവാകാം, ഒരു പ്രശ്നമാകാം, ഒരു നീതി കിട്ടാത്തൊരു മേഖലയാകാം, സഭയിലൂടെ വന്നൊരു നീതി കിട്ടാത്ത ഒരു സന്യാസിനിലൂടെ കിട്ടിയ ഒരു മുറിവാകാം. ഈ മുറിവുണ്ടല്ലോ, അത് വലിയൊരു മുറിവായിട്ട് മാറുന്നത്. അങ്ങനെ കാണും. ലോകത്തിൽ നടക്കുന്ന ഒരുപാട് തിന്മകൾ ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് കൊലപാതകങ്ങള്, ആക്ഷേപങ്ങള്, തിന്മയുടെ പ്രവർത്തനങ്ങള്, അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മുഴുവൻ ആളുകളെ കുറിച്ച് നിങ്ങൾ പോയി പഠിക്കുമ്പോൾ കാണാം അവളുടെ ജീവിതത്തിൽ എവിടുന്നോ ഒരു വലിയൊരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് കൊണ്ട് അവൻ നടക്കുകയാണ്. ആ മുറിവ് അഴുകിയിട്ട് അത് വലിയ ദുർഗന്ധം വമിക്കുക. അതിലൂടെയാണ് വെറുപ്പ്, പക, ദൈവമില്ല, വിശ്വാസമില്ല, സഭയില്ല, പള്ളിയില്ല, എനിക്ക് ആരും വേണ്ട, ആരും നോക്കണ്ട, എനിക്ക് തന്നെ ജീവിച്ചോളാം, എന്റെ കാര്യം ഞാൻ നോക്കിയോളാം, ഭയങ്കര ധൈര്യം കാണിക്കും. ഇതും ധൈര്യമല്ലത്, ഇതെല്ലാം മുറിവിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവമാണത്. കയ്യടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ ഉച്ചത്തിൽ. ഹെബ്രായ ലേഖനത്തിന്റെ 12, 14, 15, 16 വചനമുണ്ട്. എല്ലാവരോടും സമാധാനത്തെ വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ ദർശിക്കുവാൻ സാധിക്കുകയില്ല. അതിനുശേഷം പറയും, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുക. അതായത് അവരെ അശുദ്ധിച്ചാൽ എല്ലാം ഏറ്റവും വ്യഭിചാരം, മദ്യപാനം, സ്വവർഗരതികൾ, ഇങ്ങനെയുള്ള തിന്മകൾക്ക് അടിമപ്പെട്ട ജീവിതങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. അവർക്ക് ഉള്ളിൽ ഒരു വെറുപ്പ് കിടപ്പുണ്ട്, ഒരു പക കിടപ്പുണ്ട്, ഒരു പ്രതികാര ചിന്ത കിടപ്പുണ്ട്. സമൂഹത്തോട്, സഭയോട്, ചിലപ്പോൾ ദൈവത്തോട് പോലും പ്രതികാര ചിന്ത കിടക്കും. ചില ഭാര്യയോട്, ഭർത്താവിനോട്, മകനോട്, മകളോട് കടുത്ത വെറുപ്പ് കിടക്കുക. അപ്പൊ അതുകൊണ്ട് അശുദ്ധരായി തീരുക. കാരണം അശുദ്ധിയുടെ വഴികളെല്ലാം പോകും. ഇത്തരം വെറുപ്പ് കിടക്കുന്ന മക്കള് ലോകത്തിലെ മുഴുവൻ വേശ്യാലയങ്ങളോടെ പോകും. കാരണം ചില ആളുകൾ മൊബൈൽ ഫോണിലൂടെ അവിഹിത ബന്ധങ്ങൾ സൂക്ഷിക്കും. ഭാര്യയോടോ മക്കളോടുള്ള ബന്ധത്തെക്കാൾ ഉപരി അങ്ങ് ദൂരെയുള്ള വേശ്യയുമായിട്ട്, അങ്ങനെയുള്ള പുരുഷനുമായിട്ട് അല്ല സ്ത്രീയുമായിട്ട് തെറ്റായ ബന്ധം, സൗഹൃദങ്ങൾ സൂക്ഷിക്കുക. കാരണം അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മുറിവേറ്റൊരു മനസ്സാണ്. ആശ്വാസം കണ്ടെത്താൻ അലയുക. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഈശോ ഇവിടെ ബഹിഷ്കരണ പ്രാർത്ഥന നടത്തുമ്പോൾ ഈശോ ദുഷ്ടാരൂപി അത് അവനിന്ന് പുറത്തു പോയിട്ട് ഒരു ആശ്വാസം തേടി നടക്കുക, ഒരു സ്ഥലം തേടി നടക്കുക എന്ന് പറയുന്ന പോലെ മുറിവേറ്റ മക്കളെല്ലാം എവിടെയെങ്കിലും ആശ്വാസം. ചില ആശ്വാസം കണ്ടുപിടിക്കുന്നത് ചില ഫ്രണ്ട്ഷിപ്പിൽ, ചില പ്രത്യേക ബിസിനസ്സിൽ പോയിപ്പെടും, ചില കള്ളത്തരത്തിൽ പോയിപ്പെടും, ചില അവിഹിത ബന്ധങ്ങളിൽ പെടും. ചിലപ്പോൾ മൊബൈൽ ഫോണിനകത്താണ് അവൻ ആശ്വാസം കാണും. അവന് വേറൊന്നും കാണണ്ട, ഈ വിളച്ചൽ കണ്ടുകൊണ്ട് അതിലാണ് അവൻ സമാധാനം ഇരിക്കുന്നത്. കാരണം ഒരു മുറിവ്, എന്തോ ഒരു വേദനയുണ്ട്, ഏതോ ഒരു കുറവനുണ്ട്, ഏതോ ഒരു വിഷമവനുണ്ട്. ആ വിഷമം പരിഹരിക്കാൻ കണ്ടുപിടിക്കുന്ന വഴികളാണ് പുകവലിയ്, കഞ്ചാവ്, മയക്കുമരുന്ന്, വ്യഭിചാരം, ചില കൊലപാതകം ചെയ്യും, ചില സമയത്ത് പൊട്ടിത്തെറിക്കും. അവൻ എന്താ കാണിക്കുന്നത് പറയാൻ പറ്റിയല്ല. 2 കരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ ധ്യാനത്തിന് ഒരു വലിയൊരു മിറക്കലുണ്ടായി. ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് മലബാർ പ്രദേശത്ത് നിന്ന് അപ്പനും അമ്മയും വന്നു. അവന് 10-22 വയസ്സ് വരും. അവർ പറഞ്ഞു, ഇവനെ കൊണ്ട് മടുത്തു, ഇവൻ മാനസിക രോഗിയാണെന്നാണ് അവർ കരുതുന്നത്. ഇവൻ ഭയങ്കരമായിട്ടും വീട്ടിൽ ഭയങ്കര ബഹളമാണ്, തല്ലിപ്പൊട്ടിക്കും, എല്ലാം അടിക്കും, തെറി വിളിക്കും, ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, വിദ്വേഷം ഭയങ്കര പാങ്ങി നിൽക്കുക. അപ്പൊ ഇവനെ കൊണ്ട് കൊണ്ടു. അവൻ വേറൊന്നുമല്ലോ, നല്ലൊരു കുമ്പസാരം. ശരിക്കും അണക്കരയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമിനിക്കച്ചൻ അവിടെ ഉള്ളതല്ല എൻ്റെ ഹീലിംഗ്. ഞാൻ അപ്പുറത്ത് ഒരു നല്ല കുമ്പസാരത്തിന് ഞങ്ങളെല്ലാവരും ജനത്തെ ഒരുക്കും. ക്ഷമിക്കാൻ പറയും. പിന്നെ ഞങ്ങൾ ക്ഷമയോട് ശുശ്രൂഷിക്കും, ക്ഷമിപ്പിക്കും, കാല് പിടിപ്പിച്ച് പരസ്പരം കാല് പിടിച്ച് ക്ഷമ പറയാൻ. അപ്പൊ ഇത് കഴിയുമ്പം കാണാവേ, അത് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഡെലിവറൻസ് പ്രയറിന് പിന്നെ
കയറുമുണ്ടല്ലോ, തൊടുമ്പം തന്നെ, തൊടുന്നതിന് മുമ്പേ ബന്ധനം അഴിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. കരമുയർത്തുന്നതിന് മുമ്പേ പരിശുദ്ധമായ കൃപ ആ വ്യക്തിയുടെ മേൽ ഇറങ്ങുന്നത് കാണാൻ പറ്റും. പക്ഷെ അടിത്തറയില് ഈ കല്ല് പൊട്ടണം. വെറുപ്പാകുന്ന പാറ, വലിയൊരു കല്ലുണ്ട്, അത് കിടക്കുന്നതാണ് നിന്റെ ജീവിതത്തിന്റെ വളർച്ചയുടെ മുഴുവൻ തെറ്റ്, തകർച്ചയാണ്. അതാണ് ഇതൊരുപാട് ഒരു കടബാധ്യത കയറുന്നു, ലക്ഷങ്ങളുടെ കോടികളുടെ കടബാധ്യതകൾ. എന്താ ഇങ്ങനെയൊക്കെയാണ്? ചിലപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് 10, 20, 30, 50, 70, 100, 150 കോടി രൂപ കടമുള്ള ആളുകൾ നിരാശക്ക് പഠിക്കുമറിയാം. എന്തുകൊണ്ടാണ് ഇവനോ ഈ പണത്തോട് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാണ്? അവന്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം കിടപ്പുണ്ട്. ആ വിഷമത്തിന്റെ പശ്ചാത്തലം പഠിക്കാൻ മിക്കവാറും കാണും സ്വന്തം വീട്ടിൽ സഹോദരങ്ങൾക്കും അപ്പനും മക്കളും ഇവനെ അപ്പനും അമ്മയും മൈൻഡ് ചെയ്തിട്ടില്ല, അല്ല മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവന് കഴിവ് കുറവാണ്, നിനക്ക് ഇവൻ പോരാ, അപ്പൊ അവൻ എനിക്കിനി വളരണം, എനിക്കിനി എന്തോ ആയി തീരണം. അപ്പൊ ആ വെറുപ്പ് അപ്പനോട് അമ്മയോട് സമൂഹത്തോട് വെറുപ്പ് കിടപ്പുണ്ട്. ആ വെറുപ്പിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയാണ് ആ ബിസിനസ് തുടങ്ങുന്നത്. പേരെടുക്കണം, ഒരു വലിയ പേരൊക്കെ എഴുതി വെച്ച്, നെയിം ബോർഡൊക്കെ വെച്ച്, എനിക്ക് ഇവിടുന്ന് വലിയ ആളാകണം, ഞാൻ ചെറിയവനല്ല, ഞാൻ വലിയവനാ, ഞാൻ ചെറിയവനല്ല വലിയവനാ. അതുണ്ടാകുന്നത് അതിന്റെ ഉത്ഭവ കേന്ദ്രം, പ്രഭവ കേന്ദ്രം അതൊരു വെറുപ്പിൽ നിന്ന്, പകയിൽ നിന്ന്, അല്ലാതെ അതൊന്നും ആഗ്രഹങ്ങളല്ല, അത് കഴിവല്ല, അതിൽ തകർച്ചയിലോട്ട് പോവാം. ആരോ തോൽപ്പിക്കാനുള്ള ഓട്ടം, ആരെയോ പരാജയം, ചിലപ്പോൾ അപ്പനെ തോൽപ്പിക്കാൻ, ചിലപ്പോൾ അമ്മയെ തോൽപ്പിക്കാൻ, ഭാര്യയല്ലേ ഭാര്യ വീട്ടുകാരെ തോൽപ്പിക്കാൻ, ഭർത്താവിനല്ലേ ഭർത്താവിനെ വീട്ടുകാരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. ആ ഓട്ടം ശരിക്കും കാരണം ഒരു മുറിവാണ്. ആ മുറിവ് കിടക്കുമ്പോൾ ഇവർ സുഖപ്പെടില്ല. അവനെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. അവൻ ആരുടെ ഉപദേശം സ്വീകരിക്കില്ല, ഒരു ധ്യാനവും കേൾക്കുകയില്ല. കാരണം അവന്റെ ഈ മുറിവ് കിടക്കുക. ആ മുറിവ് ഉണങ്ങാതെ അവന് പുറത്തു വരാൻ പറ്റത്തില്ല. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ ചില ആളുകൾ ഡെലിവറൻസ് പറയാൻ മേടിക്കാൻ പറയും. ഒരു പ്രാവശ്യം പൈശാചിക ഭീഷണി നടന്നു, വീണ്ടും വരുന്നു, ഒരേപോലെ തന്നെ. അപ്പൊ നമുക്ക് എന്താ ഒരു പ്രാർത്ഥന രക്ഷപ്പെട്ടതല്ലേ, അല്ല 2 പ്രാർത്ഥന, അല്ല 3 ആഴ്ച, അല്ല 4 ആഴ്ച, എന്നതിങ്ങനെ നീണ്ടു നിൽക്കുന്നത് എല്ലാം ചിന്തിക്കുക. സത്യത്തിൽ അവനെ ഒന്ന് മാറ്റി നിർത്തിച്ചു. അവന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നത് പകയും വെറുപ്പാണ്. ഞാൻ പണ്ട് പോയി വിദേശ രാജ്യത്ത് വെച്ച ഒരു കേസും, അപ്പൊ ഇത് ഒരു സഹോദരിയും കൊണ്ട് അവർ വന്നു, വിദേശിയാണ്. അവിടെ ഭയങ്കര വയലന്റ്, മാനസിക രോഗത്തെ പോലെ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ സാധാരണക്കാരൻ നോക്കിയാലും മെന്റൽ രോഗിയാന്ന് തോന്നും, പക്ഷെ പൈശാചിക പീഡയാ. അപ്പൊ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ സ്ത്രീയെ കൊണ്ട് പലയിടത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാം പ്രശ്നം. എന്താ വെച്ചാൽ പെട്ടെന്ന് പരിശ്രമം പറഞ്ഞത് ഒന്നും ചെയ്യണ്ട. ഞാൻ വിളിച്ചു, ഈശോ പറഞ്ഞു ഇവൾക്ക് ഒരുപാട് പേരോട് വെറുപ്പുണ്ട്, അവളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറയാം. ഞാൻ പറഞ്ഞു, അവളെ വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞു നീ കാമാകം ശാന്തമാക്കി, എനിക്ക് ചില കാര്യം സംസാരിക്കാനുണ്ട്. നിനക്ക് ആരോട് വെറുപ്പുണ്ടോ? ഉണ്ട് വെച്ചാൽ. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരു പേപ്പറിൽ എഴുതുക, മുഴുവൻ ആളുകളുടെ പേരെഴുതുക. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ ഞാനിവിടെ വരും, ചാപ്പലിൽ വരും, പള്ളി വരുമ്പം കുർബാന എഴുന്നള്ളിച്ചു. ഇനിയിപ്പോൾ രാവിലെ വൈകുന്നേരം വരെ ദിവ്യകാര്യം എഴുന്നള്ളിച്ച് നോക്കും. ആ സമയത്ത് ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് ഞാൻ ആളുകളെ ഓരോരുത്തരെയും കണ്ട് കുമ്പസാരിപ്പിച്ചല്ല, ഡെലിവറൻസ് പ്രയർ കൊടുത്ത് വിടുതൽ കൊടുത്ത് അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഇവർ വന്നിരും. ഞാൻ പറഞ്ഞു, എഴുതിക്കൊണ്ട് പോകണം. എന്നിട്ട് രാവിലെ വന്നിരുന്നിട്ട് ഇവർക്ക് വേണ്ടി മുഴുവൻ അങ്ങ് പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ചു, ക്ഷമിച്ചും അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കുക. അത് നിനക്ക് അവരോടുള്ള എല്ലാ വിദ്വേഷവും പകയും പോയ നിനക്കുറപ്പാകണം. നിന്റെ ഉള്ളിൽ നിന്ന് അവരോടുള്ള പക, അവരെ അനുഗ്രഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത്രയും ചെയ്താൽ മതി, നിന്റെ ഡെലിവറി നിനക്ക് വിടുതൽ കിട്ടും. ഈ കൊച്ചിന്റെ അതിന്റെ ജോലി പ്രശ്നമുണ്ട്, വിവാഹ പ്രശ്നമുണ്ട്, കുടുംബ പ്രശ്നമുണ്ട്. എല്ലാവരും പറയുന്നത് മെന്റലാണ്, മാനസിക രോഗിയാണ്. ഈ കൊച്ചിന് മരുന്ന് കൊടുക്കണം, ചിലപ്പോൾ കൊണ്ട് കൊടുക്കും, ഡിപ്രഷനൊക്കെ കൊണ്ട് മരുന്ന് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ബേസിക് പ്രശ്നം ഈ കൊച്ചിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പകയും വെറുപ്പ്, വിഷമം, ഉള്ളുമുഴും വേദന, ഉള്ളുമ കണ്ണുനീർ, കുറെ കുത്ത് കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പൊ ഈ കൊച്ചെന്ത് ചെയ്തു, ഈ മകൾ ഇരുന്ന് എഴുതി, ഒരു 10-35 വയസ്സ് പ്രായമുള്ള മകളാണ് കേട്ടോ. ഈ മകൾ എഴുതി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ശരിക്കും ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ പള്ളി തുറക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ മകൾ പള്ളിയുടെ വെളിയിൽ നിൽപ്പുണ്ട്. ഞാൻ പള്ളി തുറന്നു, ഞങ്ങൾ അകത്ത് കയറി, ഞങ്ങൾ പരിശുദ്ധ കുർബാന എഴുന്നിച്ച് ഞാൻ ആൾക്കാരെ വെച്ചു. അപ്പോൾ ഈ മകൾ അവിടെ ഫ്രണ്ടിൽ നീലറെ വന്നിട്ട് മുട്ടുമേ നിന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ഫുൾ പ്രയർ കഴിഞ്ഞിട്ട് ഇനി ഈ മകളെ കാണുന്നുള്ളൂ. അപ്പോൾ ഈ മകളെന്ത് ചെയ്തു, തന്നെ ഇരുന്നിട്ട് ഇത് കരയാൻ തുടങ്ങി. അതുകൊണ്ട് വൈകുന്നേരം ഒരു 7-5 മണി വരെ ഇരുന്ന് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, വേറെ ഒന്നുമില്ല, വെള്ളം. അപ്പം ഇവരെന്നോട് പറഞ്ഞ, അച്ഛാ അത്ഭുതം നടന്നിട്ടുണ്ട്. ആ മകൾ ഇന്നലെ അച്ഛൻ പറഞ്ഞു വിട്ടപ്പോളെ പോയിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് ഈ കണ്ടുപിടിച്ച് എത്ര പേരോട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പകയുണ്ട്, ചെറുപ്പം മുതലുള്ള ഓരോ സംഭവങ്ങളെ കണ്ടുപിടിച്ച്. അത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവാകുന്ന പ്രകാശം മനസ്സിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ശരിക്കുള്ള പ്രശ്നം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് എവിടെയാണ്
പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടേക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഒത്തിരിയേറെ നന്മകൾ ചെയ്യുന്നവർ ഒത്തിരി സന്തോഷിച്ച് ആനന്ദിച്ച് നടക്കേണ്ടത്. പക്ഷെ സന്തോഷിക്കാൻ പറ്റുന്നില്ല, ആനന്ദിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? ഒരു വേദന കിടപ്പുണ്ട്, ഒരു മുറിവ് കിടപ്പുണ്ട്, ചിലപ്പോൾ ഓടി മാടുന്നുണ്ട്. കുറ്റം പറഞ്ഞു ഒരാൾ കുറ്റം മനസ്സിലായി നമുക്ക് ഒത്തിരി പേര് വിമർശകരെ കാണാം. ലോകം പെടുന്ന വിമർശനത്തിന്റെ ഒരു ലോകമായി. ആ വിമർശിക്കുന്നതിന്റെ കാരണം പഠിച്ചു ആ വ്യക്തികൾക്കെല്ലാം എവിടുന്നോ ശക്തമായ വിമർശനം കിട്ടിയവരാ, മുറിവ് കിട്ടിയവരാ. ഈ പേപ്പട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ പേപ്പട്ടി ഒരു പേ പിടിച്ചൊരു പട്ടി അത് വേറെ പട്ടിയെ കയറി കടിച്ച് അതിന് പേ പിടിക്കും, എന്നിട്ട് അത് അടുത്തതിനെ കടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എവിടുന്ന് കിട്ടിയിട്ടുണ്ട്? മിക്കവാറും ഈ പേ വരുന്നത് സ്വന്തം വീട്ടിൽ നിന്നായിരിക്കും, സ്വന്തം സഹോദരങ്ങളിൽ നിന്നായിരിക്കും, സ്വന്തം കുടുംബത്തിൽ. അതാണ് ശരിക്കും ചരിത്രം പഠിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സ് മുറിവേൽക്കുന്നത്, ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്നത് ഒരാളിൽ നിന്നുണ്ടാകുമ്പോൾ അപ്പൻ അല്ല അമ്മ. സ്വന്തം അപ്പനും അമ്മയിൽ നിന്നൊരു മുറിവേറ്റാൽ ആ മുറിവ് കിടക്കും. അത് തീർക്കുന്നത് സമൂഹത്തിലാണ്, അത് ചിലപ്പോൾ തീർക്കുന്നത് സഭയിലാണ്, അത് തീർക്കുന്നത് ചിലപ്പോൾ ജോലി സ്ഥലത്ത്, അത് തീർക്കുന്നത് പലതരത്തിലാണ്. അവന്റെ മുറിവ് ആരംഭിച്ചത് സ്വന്തം വീട്ടിൽ നിന്നുണ്ടായ ഒരു കണ്ണുനീര്, അത് അവഗണിക്കപ്പെട്ട അനുഭവം, തിരസ്കരിക്കപ്പെട്ട അനുഭവം, തകർക്കപ്പെട്ട അനുഭവം, അത് മനസ്സിലായിട്ട് ക്ഷതമുണ്ട്. സ്വന്തം വീട്ടിൽ വെച്ച് തരംതിരിവ് കാണിച്ചു. അതുകൊണ്ട് കുടുംബത്തിലൊക്കെ പക്ഷാഭേദമൊക്കെ കാണിക്കുമ്പോൾ മക്കളും മാതാപിതാക്കളൊക്കെ സാരമില്ല മോനെ നീ മനസ്സിലാക്കും. പക്ഷെ അവൻ മുറിവേറ്റെങ്കിൽ ആ മുറിവ് അപ്പോഴൊന്നും കാണിക്കില്ല. ഇവന് ഒരു 16, 17, 18, 19, 20 വയസ്സ് കഴിയുമ്പോഴാണ് ഇവന് പരിപാടി തുടങ്ങാൻ പോകുന്നു. ഈ മുറിവ് പുറത്തോട്ട് വരാൻ പോകുന്നു. അത് പല രൂപത്തിലാണ്. പിന്നെ ധിക്കാരമാ, അനുസരണക്കേട്, അഹങ്കാരമാ, പലതും. നമ്മൾ പറയും ഇവ ശരിയല്ല, ഇവന് യാതൊരു കുഴപ്പമില്ല. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇതിനിടയിൽ ഒരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഇതിനിടയ്ക്ക് ഒരു 2 മാസം ധ്യാനത്തിന് ഒരു അപ്പനമ്മയും കൂടെ കൊണ്ടുവന്ന് ഒരു അച്ഛാ ഇവൻ നിരീശ്വരവാദി, ഇവൻ ഭയങ്കര നിരീശ്വരവാദം, ദൈവവിശ്വാസമില്ല. അവനെ കണ്ടപ്പം പരിശുദ്ധാത്മ പറഞ്ഞു ഇവനോ ഈ അപ്പനെ അമ്മയെക്കാളും ഭേദാവനാ. അവനാ നല്ലത്. ഞാൻ പറഞ്ഞു ഇവൻ അങ്ങ് നിരീശ്വരവാദം തന്നെ, അവൻ പാവം നല്ല കുട്ടി. ഇത് പറയുമ്പോൾ അവർക്ക് അറിയാൻ തുടങ്ങി. അവൻ പറഞ്ഞു അച്ഛാ എനിക്ക് ദൈവവിശ്വാസമൊക്കെ ഉണ്ട്, ഇവരുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ എൻ്റെ ഉള്ള വിശ്വാസം കൂടെ പോവുക. പ്രസിലോഷ് കൈയെടുത്ത് കർത്താവ് ഇവര് കാണിക്കുന്ന പരിപാടികളാണ് എൻ്റെ വിശ്വാസം പോയത്. പക്ഷെ എൻ്റെ വിശ്വാസം പോയില്ല. നമുക്കറിയാം. ഞാൻ പറഞ്ഞു ഇവൻ നല്ല കുട്ടി, ഇവനെ കുറിച്ച് നിങ്ങൾ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. അവൻ മുറിവേറ്റ കൊച്ച. എനിക്ക് മനസ്സിലായി അപ്പനമ്മയും ഇവനിങ്ങനെ കുത്തുമായിട്ട് ഓരോന്ന് പറഞ്ഞു പഠിച്ചില്ല മാർക്കില്ല ഇതികളൊക്കെ തമാശ. പക്ഷെ ഇതെല്ലാം മുറിവേൽക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും മുറിവേൽപ്പിച്ചോ അവൻ തിരിച്ച് നമ്മളെ മുറിവേൽപ്പിക്കും. ഇന്നല്ലേ നാളെ അവസരം നോക്കിയിരിക്കുകയാണ്, അതിനുള്ള മുറിവ് തിരിച്ചു വരും. നമ്മൾ മുറിവേൽപ്പിക്കുന്നതിൽ നിന്ന് പുറത്തു വരിക ദൈവസാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഒരൊറ്റ നിയമമുള്ളൂ, ഒരൊറ്റ കൽപ്പനയെ പറയാറുള്ളൂ, വേറൊരു കൽപ്പനയും പറയാറില്ല. മറ്റുള്ള അപ്പോസ്തലന്മാര് മറ്റു കൽപ്പനകൾ പറയുന്നുണ്ടെങ്കിലും യോഹന്നാനന് ഒരു കൽപ്പനയേ ഉള്ളൂ. അതായത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നുള്ള ഒരേ ഒരു കൽപ്പന മാത്രം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ പറയുന്നത് സ്നേഹമാണ് സ്നേഹമാണല്ലോ പൗലോസ് അത് വെച്ചാണ് സ്നേഹമാണ് സർവോത്കൃഷ്ടം പൗലോസ് പറയും. യോഹന്നാൻ പറയും ദൈവസ്നേഹ, സ്നേഹത്തിൽ ജീവിക്കുന്നവൻ പ്രകാശത്തിൽ കഴിയുന്നു, വെറുപ്പിലും പകയിൽ കഴിയുന്ന ഇരുട്ടിലാണ് കഴിയുന്നത്. അവൻ എങ്ങോട്ടാ പോകുന്ന അറിഞ്ഞൂടാ. ഇന്ന് മനുഷ്യന്റെ തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകുന്നതിന്റെ പിന്നിലൊക്കെ കാരണം വെച്ചാൽ വെറുപ്പും പകയാ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ പോരാ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ മുമ്പ് പറഞ്ഞ സംഭവം യൂറോപ്പിൽ വെച്ചിട്ടുണ്ടായ അനുഭവമാണ്. ആ മകള് നന്നായിട്ട് ഓരോ വ്യക്തിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ എന്നെ കാണുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളവിടെ ഉണ്ട്, ഞങ്ങളുടെ അടുത്തേക്ക് മകള് വന്നു. അപ്പോൾ നോക്കിയേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്ക് യാതൊരു കുഴപ്പമില്ല, യാതൊരു പ്രശ്നമില്ല, മാനസിക പ്രശ്നമില്ല, ആൾ നോർമലായി, പെർഫെക്റ്റ്ലി നോർമലായി. ഇന്ന് അവിടെ നമ്മുടെ മിനിസ്ട്രി നടക്കുമ്പോൾ അതിൽ വളരെയധികം താല്പര്യത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകളായിട്ട്, ദൈവത്തിൻ്റെ ദാസിയായിട്ട് കർത്താവ് മകളെ ഉയർത്തി. ശരിക്കും സംഭവിച്ചത് വെറുപ്പിന്റെ വേരെടുത്ത് കളയണം. അത് ഉള്ളിൽ കിടപ്പുണ്ട്, വെറുപ്പ് കിടപ്പുണ്ട്. കണ്ടോ, പകയും വെറുപ്പും കൊണ്ട് പോകുന്നവർക്ക് അപകടമുണ്ടാകും. പല ശാരീരികവും മാനസികവും ആത്മീയമായ അപകടങ്ങൾ. നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ അത് അപകടങ്ങൾ പലതരത്തിൽ, വണ്ടി അപകടം പോലും വരാം, ജീവിതത്തിൽ പോലും എന്തും വരാം. പകയിൽ നിന്നും വെറുപ്പിൽ നിന്നും എന്ത് സംഭവിക്കാം. വലിയ കടക്കണി ഉണ്ടാകും, കടബാധ്യത ഉണ്ടാകും, ജോലി തടസ്സം, തീരുമാനങ്ങൾ മുഴുവൻ തെറ്റിപ്പോകും. കാരണം അവന്റെ മനസ്സ് വേറൊന്നാണ്, മനസ്സ് വേറെന്തോ വിഷമത്തില്ല, എന്ത് പ്രശ്നത്തില്ല, ദുഃഖത്തില്ല. അപ്പൊ അത് നിൽക്കുന്നതുകൊണ്ട് ഇവർ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം ബ്ലോക്കായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഇവിടെ നിൽക്കുന്ന ഡെലിവറൻസ് എന്നത് ശരിക്കും സംഭവിക്കേണ്ടത്, വിടുതലിന് കിട്ടുന്നത് വെറുപ്പ് വിട്ടു പോകുമ്പോഴാണ്. പകയും
ഉള്ളു മനസ്സ് സുഖം, ആന്തരികമായ സൗഖ്യം ഉണ്ടാകണം. പല വിധത്തിൽ നമ്മൾ പലയിടത്തു നിന്നുണ്ടായ ചില വാക്കുകളാകാം, അത് നമ്മൾ ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവാനുഗ്രഹം കിട്ടുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒന്ന് കൈയടിച്ച് കട്ടെന്ന് പറയാമോ? ബന്ധനം ഒഴിഞ്ഞു പോട്ടെ. നന്നായിട്ട് കടിച്ച് പോരാ, നന്നായിട്ട് കടിച്ചു. യേശുവേ സ്തുതിക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ അപ്പസ്തോല പ്രവർത്തനത്തില് 7-ാം അധ്യായത്തിന്റെ 59-60 സ്തെഫാനോസിനെ അവർ കല്ലെറിയുന്ന സമയത്ത് അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. നമ്മുടെ കാണാൻ പറ്റുവേ. നമ്മുടെ ഈ സ്തെഫാനോസ് ശ്രദ്ധിക്കണം, ക്ഷമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റുന്നത്? ഈ സ്തെഫാനോസ് ക്ഷമിക്കുന്നതിന്റെ കാരണം ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ലൂക്കാ സുവിശേഷത്തിന്റെ 23:34 ഈശോ മിശിഹാ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ ഇവർ ചെയ്തതെന്ന് ഇവർ അറിയുന്നില്ല, നീ ഇവരോട് ക്ഷമിക്കണം. ശരിയാണ് പ്രിയപ്പെട്ട മക്കളെ, ക്ഷമിക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല. ശരിക്കും ക്ഷമിക്കുക എന്നുള്ളത് എളുപ്പമല്ല. ആ ദൈവികമായ പുണ്യമാണത്. ദൈവം തരുന്ന ഏറ്റവും വലിയ കൃപയിലൊന്നാണ് ക്ഷമിക്കുക അത്ര എളുപ്പമല്ല. പെട്ടെന്ന് പറഞ്ഞ ക്ഷമിച്ചു പറഞ്ഞാൽ അങ്ങനെ ക്ഷമിക്കാൻ പറ്റത്തില്ല. കാരണം ഉള്ളിൽ അത് മുറിവേറ്റൊരു മുറിവ് അവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ മറക്കാൻ നോക്കിയാൽ കിടക്കുന്നുള്ളിൽ. പിന്നെ ചില അവസരം വരും, ഇത് കയറി വരും. അത് നമ്മളെ ചതിക്കുകയോ നമ്മളെ വഞ്ചിക്കുകയോ നമ്മൾ പീഡിപ്പിക്കുകയോ ചെയ്ത ഒരു വ്യക്തി ചിലപ്പോൾ നമ്മൾ വീണ്ടും അവർ കൂട്ടുകൂടുമെങ്കിലും ഇച്ചിരി കഴിയുമ്പോൾ അവർക്കെന്തെങ്കിലും അപകടമോ അവർക്കെന്തെങ്കിലും വിഷമമോ അവർക്കെങ്കിലും ഉപദ്രവമോ പെട്ടെന്ന് നമ്മൾ ചിരിക്കാൻ തുടങ്ങും. പണ്ട് എന്നോട് ചെയ്തതിന്റെ അവൻ അനുഭവിക്കുന്നു, അവൾ അനുഭവിക്കുന്നു. കാരണം ഉള്ളിൽ കിടപ്പുണ്ട് വെറുപ്പ്, പക കിടപ്പുണ്ട്. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും? ഉടനെ പണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തതിന് ദൈവം കൊടുത്ത ശിക്ഷയാണത് എന്ന രീതിയിൽ അത് നമ്മളുടെ വെറുപ്പാണത്. കൈയടിച്ച് തന്നു പറഞ്ഞ അതുപോലെ ചില സാഹചര്യങ്ങൾ നോക്കിയിട്ട് ഉപദ്രവിക്കും, നമ്മൾ ചതിക്കും, അപവാദം പറയും, പല മക്കളും. ഇതെല്ലാം വെറുപ്പിൽ നിന്ന് വരുന്ന സംഭവമാണ്. അപ്പോൾ നമ്മളിവിടെ തിരിച്ചു വരേണ്ട സ്നേഹത്തിലേക്ക് വരണം. സർവ്വപ്രദേ ഹല്ലേലൂയ. അന്ത്യത്താഴ്വേളയിൽ ഈശോ മിശിഹാ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിട്ട് അവൻ കയറി അവനിരുന്നു. അല്ലെ, പാദം കഴുകുന്ന ഈശോ അത്രേ എളുപ്പപ്പെടുക, ക്ഷമിക്കുന്ന ഈശോ. യൂദാസിന്റെ പോലും കാല് കഴുകി ചുംബിക്കുന്ന ഈശോ. അപ്പൊ അതിനുശേഷമാണ് ഈശോ അവർക്ക് അന്ത്യത്താഴ് വിരുന്ന് അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അർത്ഥം എന്ന് അറിയാമോ? പരസ്പരം ക്ഷമിച്ചിട്ട് മാത്രമേ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പാടുള്ളൂ. ഉള്ളിൽ പകയോ വിദ്വേഷമോ ആരോടെങ്കിലും സൂക്ഷിച്ചുകൊണ്ട് ബലി അർപ്പിക്കാൻ പാടില്ല. അത് ഈശോ തന്നെ കാണിച്ചു തരിക. നീ കാഴ്ചയർപ്പിക്കാനായി ബലിപീഠത്തിനരികെ ചെല്ലുമ്പോൾ നിന്റെ സഹോദരനോട് വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന പക്ഷം നീ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെടുക. അതിനുശേഷം നീ ബലിയർപ്പിക്കുക എന്ന് ഈശോ പറയുമ്പോൾ അത് ഈശോ സ്വന്തം ജീവിതത്തിൽ കാണിക്കുകയാണ്. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ്, സ്ഥാപിക്കുന്നതിന് മുമ്പ് ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകിയ. എന്നിട്ട് ഈശോ അവിടെ ഇരുന്നുകൊണ്ട് അവർ അന്ത്യത്താഴ്. ശരിക്കും നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളൊക്കെ ചില മരിക്കാൻ നേരത്തെ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതൊരിക്കലും നമ്മൾ മറക്കില്ല. അന്ത്യശ്വാസം വരിക്കും, മോനെ നീ നിന്റെ വലിയ ആളുടെ കാര്യം നോക്കിക്കോണം, നിന്റെ സഹോദരന്റെ കാര്യം നോക്കണേ, നിന്റെ സഹോദരിയുടെ കാര്യത്തിൽ വിഷമമുണ്ട്, നീ പ്രാർത്ഥിച്ചോണം, നീ ദൈവത്തിൽ ചില വാക്കുകൾ പറയും. അതൊരിക്കലും നമ്മൾ മറക്കില്ല. കാരണം വെച്ചാൽ മരണസമയത്ത് പറയുന്നൊരു, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറയുന്ന വാക്കിന് നമ്മൾ ഭയങ്കര വില കൊടുക്കും. ഇതുപോലെ തന്നെ ഈശോനാഥൻ കാൽവരി മരണത്തിലേക്ക്, കുരിശു മരണത്തിലേക്ക്, തൻ്റെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷാകര ബലിയിലേക്ക് ഈശോ പോകുന്നതിന്, മരിക്കുന്നതിന് തലേ രാത്രി, മരിക്കുന്നതിന് കുരിശു മരിക്കുന്ന തലേ രാത്രി അന്ത്യത്താഴം, അവസാനത്താഴം ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് കഴിക്കുക, അവസാനത്തെ ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുക. ആ സമയത്ത് ഈശോ പറയുന്ന ഒറ്റവരെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അങ്ങനെ നിങ്ങൾ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയുള്ളൂ. അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റിയല്ല. എന്റെ ദൈവം താൻ കുരിശിൽ മരിക്കുന്ന എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി, എന്റെ പാപങ്ങൾ പരിഹാര ബലി അർപ്പിക്കാൻ വേണ്ടി കുരിശിൽ മരിക്കുന്നതിന് തലേ രാത്രി അവൻ എന്നോട് പറയുന്ന വാക്ക്, സ്നേഹത്തിൽ പറയുന്നൊരു വാക്ക്, അത് സത്യസന്ധമായ വചനം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം.
ശിശുമാരുടെ ഭയങ്കരമായ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. നീയാണോ വലുത്, ഞാനാണോ വലുത്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നേ. യൂദാസ് പോലും കൂടെ ഉണ്ടെങ്കിലും ശരിക്കും യൂദാസ് ഈശോ ഒറ്റ കൊടുക്കാൻ പോകുന്ന കാര്യം ഈശോ ആരോടും പറയുന്നില്ല. യൂദാസിന് മനസ്സിലാകുന്ന വിധത്തിൽ 2-3 പ്രാവശ്യം താക്കീത് കൊടുക്കുന്നുണ്ട്. അത് യൂദാസിന് മാത്രമേ മനസ്സിലാവൂ, വേറെ ആർക്കും മനസ്സിലാവത്തില്ല. അത്ര ഈശോ അവനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഈശോ അന്ത്യത്താടുകളിൽ ശിശുമാരോട് ചോദിക്കുന്നുണ്ട്, ആരാ ഒറ്റ കൊടുക്കാം? അപ്പോഴാണ് അടുത്തെടുക്കുന്നത് പറഞ്ഞത്, ദേ ഞാൻ ആദ്യം കൊടുക്കും. അപ്പോഴൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു മാത്രം. ലാസ്റ്റ് കൈ വിട്ടുപോയി, അവൻ പോയി കഴിഞ്ഞപ്പോഴാണ്. പക്ഷെ എന്നിട്ടും അവിടെയും ആർക്കും സംശയമൊന്നും വരുന്നില്ല. എന്താണ് സംഭവിക്കുക ആർക്കും അറിയുന്നില്ല. ഈശോ വ്യക്തതയൊന്നും പറയുന്നില്ല. കാരണം ഈശോ അത്ര സ്നേഹമാണ്, ദൈവസ്നേഹം. ഈശോയിൽ മാത്രം, ഈശോയുടെ ചങ്കിൽ നിന്നൊഴുകുന്ന സ്നേഹം മാത്രമാണ്. ആ സ്നേഹം തരുന്ന ഈശോ നമ്മളോട് പറയുന്നു പരസ്പരം സ്നേഹിക്കാനാണ്. യോഹന്നാൻ 15:12 പറയും, സ്നേഹിതന് വേണ്ടി ജീവൻ. 12:13 അതായത് സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിച്ചേ. കരങ്ങളടിച്ച് കത്താന്ന് പറഞ്ഞേ, കൈകളടിച്ച് കത്താൻ. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ക്ഷമയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം ഈശോ സ്വർഗസ്ഥനായ ഒരൊറ്റ പ്രാർത്ഥന ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ പ്രാർത്ഥനയുടെ ഏറ്റവും മധ്യഭാഗത്ത്, ഹൃദയഭാഗത്ത് ഈശോ നമുക്ക് നൽകുന്നത് ഒരു കൽപ്പനയാണ്. അതായത് ഞങ്ങളുടെ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ അതായത് പറഞ്ഞ ഹല്ലേലൂയ. അതാണ് സുവിശേഷം 6:12. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. ഇതന്നെയാണ് ഈശോ യോഹന്നാൻ 20:22-23 ശിഷ്യന്മാർ, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ അവരുടെ മോചിക്കപ്പെട്ടതായിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടതായിരിക്കും. സ്വരമൂർത്തി പറഞ്ഞു ഹല്ലേലൂയ. ക്ഷമിക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കണം. നമ്മൾ ഉള്ളുകൊണ്ട് ഹൃദയം നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. നമ്മളോട് അതുകൊണ്ട് പഠിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, നിന്നോട് തെറ്റ് ചെയ്തിട്ടുള്ള, നിന്നെ ദ്രോഹിച്ചിട്ടുള്ള, നിന്നെ നാശം കാണാൻ ആഗ്രഹിച്ച, നിന്റെ അധപ്പതനം കാണിക്കാൻ ആഗ്രഹിച്ച ആളുകളോട് അവൻ നിരുപാധികം ക്ഷമിക്കണം. നിരുപാധി വെച്ച് കഴിഞ്ഞാല് വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരം സ്തുതിച്ചേ. ബന്ധനം മൊത്തം അടിക്കട്ടെ പരിശുദ്ധമായ ശക്തിയ. പോരല്ലോ. നന്നായിട്ട് സ്തുതിച്ചേ. അഭിഷേകം വ്യാപരിക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് പ്രത്യേക അഭിഷേകം ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രത്യേക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധമായി ഇപ്പൊ തന്നെ കൃപ ഒഴുക്കി തരണമേ, കൃപ ഒഴുക്കി തരണമേ, കൃപ ഒഴുക്കി തരണമേ, കൃപ ഒഴുക്കി തരണമേ, കൃപ ഒഴുക്കി തരണമേ. സ്തുതിക്കുന്നു. വീണ്ടും സ്തുതിച്ചേ. കൈകടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ ഉച്ചത്തില്. പ്രഭാഷകന്റെ പുസ്തകം 28:1 മുതൽ ഉള്ള വചനം ശ്രദ്ധിക്കണേ. എല്ലാവരും ശ്രദ്ധിക്കണം, പ്ലീസ് ശ്രദ്ധിക്കണേ. പ്രഭാഷകൻ 28:1 മുതൽ 7 വരെ. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവന്റെ പാപം മറയ്ക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. ഏറ്റുപറഞ്ഞ എല്ലാവരും, അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അപ്പൊ നിന്റെ അയൽക്കാരെന്ന് ചിലപ്പോൾ അയൽക്കാരെന്ന് സ്വന്തം ഭാര്യയായിരിക്കും കേട്ടോ, ചിലപ്പോൾ ഭർത്താവായിരിക്കും, മകനായിരിക്കും, മോളായിരിക്കും. ഇതിന്റെ ഭാഗത്ത് തന്നെ ആബേല് തൻ്റെ വിളവിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് നല്ലത് കൊണ്ടുപോയി ദൈവത്തിന് കൊടുത്തു. അതുപോലെ ഇവനും ചെയ്യാമായിരുന്നു.
ചെയ്ത അവനും അതുപോലെ തന്നെ ദൈവം സ്നേഹിച്ചേനെ. പക്ഷെ ഇവൻ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ്. പക്ഷെ അവിടുത്തെ ദൈവത്തിന് സ്നേഹത്തിന് കുറവൊന്നുമില്ല, ദൈവത്തിന്റെ കരുണയ്ക്കൊന്നും കുറവില്ല. പക്ഷെ അവിടെ വെച്ച് അവൻ തെറ്റിദ്ധരിക്കുക, എന്നിട്ട് അവൻ പക കയറി, വിദ്വേഷം കയറി, നിഷ്കളങ്കനായ ആബേലിനെ വധിക്കും, വെറുപ്പ് കയറി പിടിക്കും. ആ വെറുപ്പ് പിന്നെ അവന്റെ ജീവിതത്തിലേക്ക് നാശങ്ങളും അപകടം കൊണ്ടുവരും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് എന്ന് പറഞ്ഞ് യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വചനം വായിക്കാം. അയൽക്കാരന് തിന്മകൾ ക്ഷമിച്ചാൽ, പ്രഭാഷകൻ 28:2, അയൽക്കാരന് തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? എന്നിട്ട് പറഞ്ഞ എല്ലാവരും, അയൽക്കാരനോട് പകവച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? അടുത്ത്, തന്നെ പോലെ ഉള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? തന്നെ പോലെയുള്ളവരോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിനുമായി വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? അത് നിന്റെ ചുറ്റുമുള്ളവരോട് നിനക്ക് ക്ഷമ ചോദിക്കാതെ, ക്ഷമിക്കാതെ എങ്ങനെയാണ് നിനക്ക് ദൈവത്തോട് എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും? അപ്പൊ ആദ്യം നീ ചെയ്യേണ്ട കടമ, നിന്റെ ചുറ്റും ഇരിക്കുന്ന, നിന്റെ കുടുംബത്തിലുള്ള, നിന്റെ അയൽക്കാര്, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ ജീവിതത്തിന് കണ്ടുമുട്ടുന്ന ജീവിതങ്ങൾ, അത് ആരുമാകട്ടെ, നിന്നെ പീഡിപ്പിക്കുന്നവരാകാം, നശിപ്പിക്കുന്നവരാകാം, ഉപദ്രവിച്ചിട്ടുള്ളവരാകാം, നിന്റെ നാശം കണ്ടവരാകാം, നിന്റെ ഭാര്യയെ നശിപ്പിച്ചാകാം, നിന്റെ ഭർത്താവിനെ നശിപ്പിച്ചതാകാം, നിന്റെ മകനെ നശിപ്പിച്ച, നിന്റെ മകളെ നശിപ്പിച്ചതാകാം, നാട്ടുകാരാകാം, ബന്ധുക്കളാകാം, സ്നേഹിതരാകാം, അവരോട് നീ ക്ഷമിക്കണം, അവർക്ക് നീ ക്ഷമ കൊടുക്കണം, അവർക്ക് നീ പാപമോചനം കൊടുക്കണം. ഒരു പുരോഹിതന്റെ അടുത്ത് നീ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ആ പുരോഹിതൻ നിനക്ക് പാപമോചനം തന്നിട്ട് നിന്നെ മോചിപ്പിച്ചു വിടുന്ന പോലെ തന്നെ നീ നിന്റെ ജീവിതത്തിൽ നിന്നെ പീഡിപ്പിച്ച, നിന്നെ നശിപ്പിച്ച, നിന്റെ ജീവിതം തകർത്ത ജീവിതങ്ങളോട് നീ നിരുപാധികം ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് ദൈവം നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് നിന്നെ അനുഗ്രഹിച്ച് നിന്നെ അഭിഷേകം ചെയ്ത് നിന്നെ ഉയർത്താൻ പോകുന്ന ആ സമയത്ത് അസ്ത്രപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കാര്യം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ വിളി, യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപങ്ങൾ കാര്യപരിഹാരം ചെയ്യും. ശരിക്കും ഒരാത്മാവ് നരകത്തിൽ പോകുന്നതിന്റെ പിന്നിലെ രഹസ്യം ശരിക്കും യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നതനുസരിച്ചാൽ വെറുപ്പിന്റെ ആത്മാവ്, പകയും. അതുകൊണ്ട് പണ്ടൊക്കെ കാരണവന്മാർ ചെയ്യുന്ന പ്രത്യേകത, പലരും ചെയ്യുന്നവര് മരണക്കേടൊക്കെ കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവരുടെ ബന്ധുക്കൾ ആരോടൊക്കെ കൊണ്ട് അവരെല്ലാം വിളിച്ചുകൊണ്ട് അവിടെ മരണക്കേടൊക്കെ വെച്ച് ക്ഷമ ചോദിക്കും. ക്ഷമിക്കുക, എന്നോട് ക്ഷമിക്കണം കേട്ടോ, അന്ന് അങ്ങനെ പറ്റിപ്പോയി, ഞാനിപ്പോൾ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്തതാ കേട്ടോ, സമ്മതിക്കും, 100% സമ്മതിച്ചു. ഇന്നാളും എനിക്കറിയാം ഒരാളുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അവരുടെ എനിക്കറിയാവുന്നൊരു മേഖലപ്പെട്ടവർ അവരെന്നെ വിളിച്ച്, അച്ഛാ ഇന്ന ആളുമായിട്ട് ഈ ആളും മരിക്കാതെ കിടക്കുക, പണ്ടൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, വെച്ച് വെറുപ്പ് കിടപ്പുണ്ട്, അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് അതൊന്ന് ക്ഷമിപ്പിക്കണം. കാരണം ആള് ബാക്കിയെല്ലാം ഈ മനുഷ്യൻ ഈ മരിക്കാൻ കിടക്കുന്ന ആൾ വളരെ ഹോളിയായ ഒരു വിശുദ്ധനായി തീരേണ്ട ഒരു വ്യക്തിയാണ്. സഭയിലെ ഒരു വിശുദ്ധന്റെ പദവിയിലോട്ട് ഒരു കാലത്ത് ഒരുപക്ഷെ പരിശുദ്ധ ഉയർത്താൻ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. ആരെന്താ പേരും ഞാൻ പറയത്തില്ല. പക്ഷേ ആൾക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, അച്ഛൻ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രധാനപ്പെട്ട ചില ആളുകൾ എന്നെ വിളിച്ചു. നമ്മൾ തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കും, എങ്ങനെയല്ലോ അതൊന്ന് ഒരുമിപ്പിക്കണം. കാരണം വെറുപ്പ് കടന്നാൽ ആത്മാവ് ഹോളിയല്ല, ദൈവാനുഗ്രഹം 100% ദൈവാനുകൃപയിലാകത്തില്ല. വെറുപ്പ് ആരോട് അപ്പം എന്നോട് പറഞ്ഞു, മറ്റേയാൾ ഈ മരിക്കാതെ കിടക്കുന്നയാളെ അത്രമാത്രം പീഡിപ്പിച്ചൊരു വ്യക്തിയാണ് മറ്റേയാൾ, അതുപോലെ ക്രൂരമായി പീഡിപ്പിച്ച, നാശിപ്പിക്കാൻ വേണ്ടി മാക്സിമം ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആളൊന്ന് അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, രണ്ടുപേരെയും കൂടെ ഒരുമിച്ചിരുത്തി, ദൈവം ചെയ്യുന്ന ആൾ തന്നെ ഞാൻ രണ്ടുപേരെയും കൂടെ ഒരുമിച്ചിരുത്തി ഞാൻ പ്രാർത്ഥിപ്പിക്കും. മറ്റേയാൾ മരിക്കാൻ കിടക്കുന്നയാൾ ഇയാളെ അടുത്തുകൊണ്ടിരുത്തി പ്രാർത്ഥിപ്പിച്ച്, അങ്ങനെയാകുമ്പോൾ ആ അനുരഞ്ജനം നടക്കണം. അപ്പോഴാണ് കൃപയിലെത്തുന്നത്. ഒരു വ്യക്തി കൃപയിലാണോ അല്ലയോ എന്നറിയുന്ന ഒറ്റ വഴിയിലൂടെയാണ്. ആ വ്യക്തിക്ക് ഈ ഭൂമിയിൽ ആരോടെങ്കിലും പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ കൃപയിലല്ല. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന ആള് 100 കൊന്തയൊക്കെ ഒരു ദിവസം ഇരുന്ന് ചെല്ലുന്ന ആളായിരിക്കും.
എല്ലാ കുർബാനയിലും പങ്കെടുക്കുന്ന വ്യക്തി, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടത്തെയും കുർബാനയും പങ്കെടുക്കുന്ന, കൂടെ കുമ്പസാരിക്കുന്ന വ്യക്തിയായിരിക്കും. ഞായറാഴ്ച വളരെ നല്ല കൃത്യമായിട്ട് പാലിക്കും. പക്ഷേ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും ഉണ്ടെങ്കിൽ, ആ വ്യക്തി കൃപയിൽ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, അഭിഷേകത്തിൽ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അത് ബന്ധനമാണ്, അത് കെട്ടാണ്, അത് അഴിഞ്ഞേ പറ്റി. ഈ സമയം നമുക്ക് ചിന്തിക്കണം. നമുക്ക് ആരോടെങ്കിലും വിദ്വേഷമോ പകയോ ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിക്കോളൂ. ഇപ്പൊ തന്നെ തുടങ്ങി. ഹീലിംഗ് നടക്കും, രോഗശാന്തിയൊക്കെ ഉണ്ടാകും, ബന്ധനമൊക്കെ കഴിയും. കൈയടിച്ച് കേട്ടാ നന്ദി പറഞ്ഞ ഉച്ചത്തിൽ കരം ഉയർത്തി കടിച്ച് രണ്ട് കരം എടുത്ത് ഹല്ലേലൂയ. മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്ത്യമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പന ഓർമ്മ പാലിക്കും. അത് ജീവിതാന്തിച്ചാൽ എൻ്റെ മക്കളെ, മരണമെന്നൊരു വിളി വരുന്നുണ്ട്. ആ മരണമെന്ന വിളിയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ദൈവം ചോദിക്കുന്നത് ഈ മേഖലയായിരിക്കും, വേറൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഒറ്റ മേഖലയാണ്. അപ്പൊ മരണമോ, നിന്റെ മരണം എപ്പോ വേണം? ഇന്ന് ഈ രാത്രി പോലും ദൈവം നിന്നെ വിളിച്ചത് എന്നാ മരിക്കാം. പക്ഷെ മരിക്കുന്ന സമയത്ത് ഒരാത്മാവ് വരപ്രസാദ അവസ്ഥയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിൽ ആരോടും പകയും വിദ്വേഷവും ഉണ്ടായിരിക്കാൻ പാടില്ല. അതായത് വെറുപ്പും വിദ്വേഷവും പകയുമുള്ള ഒരാളുടെ ആത്മാവിന് അവന്റെ നിത്യരക്ഷയെ അത് ബാധിക്കും. നിന്റെ ഉള്ളില് വെറുപ്പും വിദ്വേഷം പകയും ഉണ്ടെങ്കിൽ 100% അത് നിത്യരക്ഷയെ, ആത്മരക്ഷയെ അത് ബാധിക്കും. സ്വർഗീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അത് തടസ്സമായിട്ട് നിൽക്കും. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വിദ്വേഷം പകയെടുത്തുകളെ, ഞാൻ പറയും, വിദ്വേഷം പകയെടുത്തുകളയുള്ളൂ. തന്നെ മദ്യപാനവും മ്ലേച്ഛതയും ഒക്കെ പുറത്തു വെക്കൊള്ളൂ. ഇതിൻ്റെ എല്ലാം ഉത്ഭവസ്ഥാനം പകയ, ഒരു മുറിവാണ്. ആ മുറിവ് വേദനയാണ്, തിരസ്കരിക്കപ്പെട്ടൊരു അനുഭവം. എന്നെ ആരും മനസ്സിലാക്കിയില്ല, ഞാൻ ഇത്ര ആത്മാർത്ഥത കാണിച്ചിട്ട് എന്നോട് ആരും ആത്മാർത്ഥത കാണിച്ചിട്ടില്ല, ഞാൻ ഒത്തിരി സ്നേഹിച്ചിട്ടും എന്നോട് തിരിച്ചു ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ചെയ്തത് പാടിനകത്താണ്, പക്ഷെ ആരും എന്നെ സപ്പോർട്ട്. അപ്പൊ അതിന്റെ മുറിവ് ഉള്ളിൽ കിടന്നിട്ട് അത് പിന്നെ പരദൂഷണങ്ങളായിട്ടും, അത് പിന്നെ നാട്ടിൽ മുഴുവൻ ചീത്തപ്പി പറഞ്ഞുകൊണ്ടും അപവാദം പറഞ്ഞു, ആരെങ്കിലും എവിടെയെങ്കിലും വെച്ചാൽ നല്ലത് എല്ലാവരും കുറ്റം പറയും, എല്ലാം ചെളി വാരി. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ചെളിയുള്ളവനെ പുറത്തോട്ട് ചെളി വാരി എറിയാൻ പറ്റുള്ളൂ. ആ മുറിവ്, ആ ചെളി ഉണ്ടായത് തിരസ്കരിക്കപ്പെടും. അവനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട, അവന്റെ അവസ്ഥ മനസ്സിലാക്കുക. അതാണ് ശരിക്കും ഈശോ കുരിശിൽ കിടന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. കാരണം ഇവരെ ചെയ്യുന്നത് അറിയുന്നില്ല. അതായത് വലിയൊരു നന്മ തന്നെയായ, സത്യം തന്നെയായ, ദൈവം തന്നെയായവരെ കുറിച്ച് തറച്ചു കൊല്ലുന്നത് ശരിക്കും ദൈവമാണ്, നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവരങ്ങ് ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. ശരിക്കും അവരുടെ അറിവിനെ ബാധിക്കുന്നുണ്ട്. സത്യത്തെ അതിന്റെ പൂർണ്ണതയിൽ അറിയാൻ അത് തടസ്സമാണ്. ഇതിന്റെ ഉള്ളിലുള്ള വെറുപ്പ് സത്യത്തെ പലപ്പോഴും ഞങ്ങൾ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിനൊക്കെ എതിർത്ത് നിൽക്കുന്ന ചില ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്നറിയോ? അവരുടെ മുറിവുണ്ട്, വെറുപ്പുണ്ട്. അതാണ് വെറുപ്പും വിദ്വേഷമുള്ളവന് സത്യത്തെ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ആദ്യം തന്നെ പ്രിജുഡീസ് മൈൻഡ് ആയിരിക്കും, മുൻവിധിയോടുകൂടി എല്ലാത്തിനെയും കാണും, എല്ലാവരെയും കാണും. കാരണം അവന്റെ മുറിവാണ്, അവന്റെ അനുഭവമാണ്, അവന്റെ കഴിഞ്ഞ കാല ദുരനുഭവം, എവിടെയോ ഒരു തെറ്റായ അനുഭവം അവന്റെ ജീവിതത്തിലുണ്ട്. ആ അറിവിൽ നിന്നുകൊണ്ട് അവൻ എല്ലാത്തിനെയും വീക്ഷിക്കുന്നു. ഒരു മഞ്ഞ കണ്ണാടി വെച്ചിട്ട് അവന്റെ കുഴപ്പമില്ല, അവനെ വിഷമിപ്പിക്കണ്ട. കാരണം അവന്റെ മുറിവിന്റെ ആഴവ, അവന് സൗഖ്യം കിട്ടാൻ വരെ അവൻ സ്നേഹം കിട്ടിയിട്ടില്ല. സത്യത്തിൽ മനുഷ്യന് ഒരു കുറവേ ഉള്ളൂ, ശരിക്കുള്ള വിശുദ്ധമായ പരിശുദ്ധമായ സ്നേഹം അവന്റെ ആത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ പ്രശ്നവും തീർന്നു പോയിരിക്കും. അവന്റെ ഉള്ളിൽ മുറിവിന് സൗഖ്യപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ പ്രശ്നം റോമാ 5:5 പറയുന്ന പോലെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടു. നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കേണ്ടത് ദൈവസ്നേഹം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ പറഞ്ഞു, പരിശുദ്ധാത്മാവേ എനിക്ക് ദൈവ സ്നേഹം തരണം. സ്വരവർത്തി പറഞ്ഞു ഹല്ലേലൂയ. മനുഷ്യ സ്നേഹം ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പറയാം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്കിപ്പോൾ 2 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നല്ല ദൈവസ്നേഹമുള്ളവൻ പിടിച്ചു നിൽക്കും. പ്രിസിലോഷ് ഒരാഴ്ച ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പിടിക്കാൻ ഒരു ആരോഗ്യമുണ്ട്. മനസ്സിന് മുറിവേൽക്കാത്ത മനസ്സ് എത്ര ദിവസം വേണമെങ്കിലും പിടിച്ചു നിൽക്കും. മനസ്സിന് മുറിവേറ്റത് ശരീരം, മനസ്സിന് മുറിവേറ്റുണ്ടെങ്കിൽ ശരീരം മുന്നോട്ട് പോകില്ല. പല രോഗികളും കിടക്കുന്ന മനസ്സിന്റെ മുറിവ്. അവർ ക്ഷമിച്ചാൽ, ഇവിടെ തന്നെ രോഗികളുണ്ട്, അവരിപ്പം തന്നെ ക്യാൻസറൊക്കെ വിട്ടുപോകുന്നേ. ഉള്ളിലുള്ള ചില ക്യാൻസറുകൾ നമ്മൾ അത് ക്ഷമിച്ചേക്കുക, നമുക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ജീവിതാന്ത്യമോർത്ത്
മരണമെന്നൊരു വിളിയോ നിനക്കുണ്ടാകും. അപ്പൊ അന്ന് നിനക്ക് നീ ആഗ്രഹിക്കുന്ന മരണസമയത്ത് ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്ന അറിയാവോ? എനിക്ക് എല്ലാവരെയും സ്നേഹിക്കണം, ക്ഷമിക്കണം, എല്ലാവരോടും പറയണം. എൻ്റെ അപ്പനോടൊന്ന് പറഞ്ഞിട്ട് മരിച്ചിരുന്നെങ്കിൽ. ഒരിക്കലും മോള് പറയുന്ന വലിയ വിഷമമുണ്ട്, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടൊരു പബ്ലിക്കിൽ നിന്ന് പറയാൻ പാടില്ലാത്തതും കൂടി. അത് ഒരു മകള് ധ്യാനത്തിന് വന്ന് ആ കൊച്ചിന് ഒരു നേഴ്സായിരുന്ന കുട്ടിയാണ്. ഈ കൊച്ച് ധ്യാനത്തിൽ വെച്ച് ഒരു കൺഫെഷനിൽ നടത്തി കുമ്പസാരം നടന്നതിന് ശേഷം എൻ്റെ അത് ഭയങ്കര ഇളകി. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് പൈസ മാനസിക രോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഇതിനെ കൊണ്ടുവന്നേ. അപ്പം ഇത് തിരിച്ചറിയണം, നമുക്ക് ഓരോന്നും എല്ലാം കാണുന്ന എല്ലാ അടയാളങ്ങളും നമ്മൾ ചുമ്മാ എല്ലാം പിശാചാണെന്നോ എല്ലാം മാനസിക രോഗമാണെന്നോ എല്ലാം അതാണെന്ന് പറഞ്ഞാൽ അത് നമുക്കറിവില്ലായ്മ ഉണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ ഡിസേൺമെന്റ്, അതായത് വിവേചിച്ചറിയാൻ പറ്റും. ഇതെന്താണ്, വാട്ട് ഇസ് ദ പ്രോബ്ലം ബിഹൈൻഡ്, ശരിക്കും എന്താണ് പ്രശ്നം തിരിച്ചത്. അറിവില്ലായ്മ വരുമ്പോൾ അത് ശരിക്കും പഠിക്കണം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മകളെ കൊണ്ട് വന്നു. അപ്പം ഈ മകളിങ്ങനെ അപ്പം ഞാൻ ഈശോയെ എന്ത് പറ്റി, അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ശാന്തമായിട്ട് ഇരുത്തിക്കുക, ശാന്തമായിട്ട് ഞാൻ സംസാരിക്കട്ടെ. അത് ഞാൻ കൊച്ചെ നിനക്ക് എന്നാണ്ട് വിശേഷം? പക്ഷേ എൻ്റെ അപ്പൻ മരിച്ചുപോയി, എൻ്റെ വിഷമം മരിച്ചു. ഞങ്ങൾ തമ്മിൽ അപ്പനും മകളും തമ്മിൽ ഭയങ്കര ഭിന്നതയായിരുന്നു. അപ്പനോട് ഇവള് മിണ്ടില്ലായിരുന്നു 4-5 വർഷത്തോളം, 6-7 വർഷത്തോളം ഇവള് മിണ്ടിയിട്ടില്ല. എന്തോ ഒരു സംഭവം വീട്ടിൽ വെച്ച് ദുരനുഭവം ഉണ്ടായി. അങ്ങനെ അവൾ നാട് വിട്ടു, കേരളത്തിൽ തന്നെ പോയി, പുറത്തോട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ പോയി നേഴ്സിംഗ് ഒക്കെ പഠിച്ചൊരു ജോലി, ഒരു ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് വെച്ചു. ആ സമയത്ത് ഇവള് ചെയ്ത ചില പ്രവർത്തികളൊന്നും എനിക്ക് മൈക്കിലൂടെ പറയാൻ പറ്റില്ല. അത്ര ക്രൂരമായ 2-3 തിന്മകൾ ഇവള് ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യുന്നുണ്ട്. ക്രൂരതയുള്ള, പറയാൻ പോലും പാടില്ല, അത്ര പേടിച്ചു ഞാൻ. ഈ കുട്ടി ഇങ്ങനെ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട്, ഈ തെറ്റ് ചെയ്തിട്ട് പിന്നെ പഠിച്ചു വരുമ്പോൾ ഈ കുട്ടിയുടെ അപ്പനോടുള്ള വെറുപ്പ് സംഭവിച്ചത്. ഈ വെറുപ്പ് കഴിഞ്ഞ സമയത്ത് അപ്പം പെട്ടെന്ന് മരിച്ചു. അപ്പൊ ഈ കുഞ്ഞിന്റെ ഏറ്റവും വലിയ വേദന, എൻ്റെ അപ്പനോടൊന്ന് ക്ഷമിച്ച് സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെ കൊടുത്തിട്ട് എന്നിട്ട് മതിയായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ അപ്പനുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ അപ്പം മരിച്ചത്. അപ്പൊ ഇതും അപ്പൊ ഞാൻ പഠിച്ച് ഈ വെറുപ്പിന്റെ കാലഘട്ടത്തിൽ ഇവള് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് കഴിയുന്ന സമയത്ത് ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു പ്രവൃത്തി ഇവള് ചെയ്യുന്നുണ്ട്. അത്ര ക്രൂരമായ പ്രവൃത്തി, തിന്മ പ്രവൃത്തി. അപ്പൊ ഇതെല്ലാം ഒന്ന് വെറുപ്പിൽ നിന്നെല്ലാം ഉണ്ടാകും. ഇന്ന് ഇവളൊരു മാനസിക വിഭ്രാന്തി പോലെ ഇങ്ങനെ സംഭവം കാണിക്കും. കാരണം ശരിക്കും അപ്പനോട് പിന്നെ ഞാൻ കുമ്പസാരിപ്പിച്ചു. ഈശോയുള്ള കരുണ, ഈശോ പാപമോചകനാണ്, ഈശോ നമ്മൾ രക്ഷിക്കും, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. അപ്പനോട് അങ്ങനെ പ്രാർത്ഥിപ്പിച്ചാണ് കുഞ്ഞ് സൗഖ്യപ്പെട്ടു. കർത്താവ് അനുഗ്രഹിച്ചു. അവസാനം നല്ല ഹാപ്പി ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് കുഞ്ഞ് തിരിച്ച് ഭവനത്തിലേക്ക് പോവുകയും ചെയ്തു. കൈയടിച്ച് കർത്താവ് പറഞ്ഞ ഉച്ചത്ത് വെച്ച് പല വ്യക്തികളും ഈ വേശ്യകളോ അല്ലെങ്കിൽ വ്യഭിചാരികളോ ആയി തീർന്നതിൻ്റെ പിന്നിൽ ഒരു മുറിവുണ്ടാകും. അത് മുറിവേറ്റ ജീവിതങ്ങളാണ്. ഒരുപാട് തിന്മയ്ക്കകത്ത് പെട്ടുപോകും, കുഴിയിലുണ്ടാവും, മിളച്ച പാപങ്ങളൊക്കെ വന്ന് കൂടുവേ. അപ്പൊ അത് കണ്ടുപിടിക്കണം, എവിടെയാണ് അതാണ് പരിശുദ്ധമാവേ, എന്നാണ് എൻ്റെ ജീവിതത്തിൽ മുറിവേറ്റ്, എന്നാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, നീ എനിക്ക് കാണിച്ചു തരണമേ എന്ന് കരഞ്ഞ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. സർവ്വപ്രത്യേക ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ പോയി വിശ്രമിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കണം. ശരിക്കും ഈ ഒരു പ്രശ്നം മാറിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നവും മാറിയിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷം ഉണ്ടെങ്കിൽ അത് മാറി. കൈയടിച്ച് എന്ന് പറഞ്ഞ ഹല്ലേലൂയ സ്തുതിക്കുന്നു. 2 കരം അടിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. കഴിഞ്ഞ നാൾ കുറച്ച് നാൾ മുമ്പ് എനിക്കൊരു മകള്, അവളുടെ ജോലി മേഖല ഭയങ്കര പ്രശ്നം, ഭയങ്കര പ്രോബ്ലം, വീട്ടിൽ പ്രശ്നം, കൊച്ചുങ്ങൾക്ക് രോഗം, മുഴുവൻ പ്രശ്നം, ഭയങ്കര തടസ്സം, ഒരു വീട് പണിയാൻ പോയിട്ട് വീട് കിട്ടുന്നില്ല, എല്ലാം പ്രശ്നം. അപ്പോൾ അവളും അവളുടെ കെട്ടിയവനും കൂടെ എൻ്റെ അടുത്ത് തോന്നും, അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇവക്കാരോടും വെറുപ്പുണ്ടോ? അപ്പോൾ അവൻ തന്നെ പറഞ്ഞു, അച്ഛൻ എൻ്റെ അമ്മയോട്, അതായത് അമ്മായിമ്മയോട് ഇവള് സംസാരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. സംസാരിക്കാറില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു മോളെ, ഞാൻ പ്രാർത്ഥന നിർത്തി, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വെറുതെ സമയം എൻ്റെ കളഞ്ഞിട്ടില്ല, നീ പോയി ആദ്യം നിന്റെ അമ്മായിമ്മയെ വിളിച്ചു. അച്ഛാ പറ്റും, എന്നെ അതുപോലെ എൻ്റെ അമ്മായിമ്മ വേദനിപ്പിച്ച, അതുപോലെ അറിഞ്ഞുകൂടാ, അത്ര ഞാൻ വേദനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന. ഞാൻ പറഞ്ഞു അത് പറഞ്ഞ കാര്യം, നീ വിളിക്കണം, നീ വിളിച്ചിട്ട് അമ്മയോട് പറയണം, അമ്മായിമ്മയോട് പറയണം, അമ്മേന്ന് തന്നെ വിളിക്കണം. ഇല്ല അപ്പോൾ അവള് പോകാൻ പറഞ്ഞു, അമ്മേന്ന് വിളിക്കില്ലച്ചോ, വിളിക്കത്തില്ല, ഇവളങ്ങനെ വിളിക്കില്ല, പകയാ, വെറുപ്പ.
അല്ല ഞാൻ പറഞ്ഞു വിളിച്ചാൽ പറ്റും. അല്ലെങ്കിൽ മോളെ നിന്റെ ഈ പ്രശ്നം തീരില്ല. ഞാൻ ഉള്ള കാര്യം പറയും, നിന്റെ ഈ പ്രശ്നം തീരണം നീ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം നിന്റെ കാര്യത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ നീ ആദ്യം ക്ഷമിക്കണം. നീ ക്ഷമ കൊടുക്കാതെ ദൈവം നിന്റെ ഈ പ്രശ്നം, നീ ഇവിടെ കൊണ്ടുവന്നിട്ട് കൊച്ചിൻ്റെ രോഗമുണ്ട്, അല്ലെ നിന്റെ ജോലിക്ക് പ്രശ്നമുണ്ട്, നിന്റെ കെട്ടിയവന് പ്രശ്നമുണ്ട്, ആ പ്രശ്നം ഇത് മാറണമെങ്കിൽ ആദ്യം നീ നിന്റെ സ്വന്തം അമ്മായിമ്മയോട്, നിന്റെ അമ്മയോട്, നീ ഭർത്താവിനെ, നിന്റെ ഈ മനുഷ്യനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ച് അന്ന് മുട്ടുള്ള ആ മനുഷ്യന്റെ അമ്മ നിന്റെ അമ്മയും കൂടെയാണ്. അപ്പൊ നീ അത് അങ്ങനെ തന്നെ കാണണം. അച്ഛനറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞാനതൊന്നും കേൾക്കില്ല, എനിക്കിത് കേൾക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് ഞാൻ പറയുള്ളൂ, നീ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇവള് പറഞ്ഞു, ഓ അച്ഛാ പ്രാർത്ഥിച്ചു. എമ്മനോളം ഞാൻ പ്രാർത്ഥിച്ചോളാം, നിനക്ക് ദൈവം കൃപ തരട്ടെ. കുറേ നേരം ഈശോയെ മകൾ ഒത്തിരി മുറിവേറ്റതാ, നിന്റെ പരിശുദ്ധാത്മാവിലൂടെ ക്ഷമിക്കാനുള്ള കൃപ ദൈവകൃപയാണ്. ക്ഷമ എന്ന് വെച്ചാൽ അത്ര എളുപ്പം. ഞാൻ പറഞ്ഞല്ലോ, അത് മാനസിക വശമല്ലത്. മനുഷ്യന്റെ ശക്തി കൊണ്ടൊന്നും ക്ഷമിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ക്ഷമയൊന്നും ക്ഷമയല്ല. 2 ദിവസം ഞാൻ വീണ്ടും പക കയറി പിടിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊട്ടു തരുന്നൊരു ക്ഷമയുണ്ട്. അത് കിട്ടിയാൽ അതെന്നേക്കുമായിട്ട് അവിടെ ആന്തരിക സൗഖ്യം സംഭവിച്ചിരിക്കും. കൃപയൊടുങ്ങിയിരിക്കും. കൃപയ്ക്കവേ കൃപ. പലരുണ്ട് ക്ഷമ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ കൈ കാല് പിടിച്ച്, അതൊന്നും ഒരു കാര്യമില്ല. അത് ഉള്ളിൽ നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണത്. അത് വരുമ്പോഴാണ് ശരിക്കുള്ള ക്ഷമ വരുന്നത്. കൈയെടുത്ത് എന്ന് പറഞ്ഞ ഉച്ചത്തിൽ 2 കരം എടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ ഇവള് അന്ന് പോയി വീട്ടിൽ ചെന്നു. ഞാൻ പറഞ്ഞു, നീ അങ്ങ് വിളിച്ച് അമ്മയോട് ക്ഷമ പറച്ചത്, ബാക്കി ദൈവം ഇടപെടും. ഞാനാ പറയുന്നത്. അവളുമായിട്ട് ഇന്ന് ഫോണിൽ വിളിച്ച്, അമ്മയെ വിളിച്ചു. അമ്മ ഫോൺ എടുത്ത്, അമ്മയെ ഞാൻ അമ്മയോട് സംസാരിച്ചത്, അമ്മയെ ഞാൻ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ ക്ഷമ ചോദിക്കുന്നത്. ഈശോയുടെ നാമം ഇത് പറയുന്നത് മോളെ നീ പറയരുത്, ഞാനാ ക്ഷമ പറയേണ്ടത്. എൻ്റെ മോളെ ഞാനാ നിന്നെ വേദനിപ്പിച്ചു. നേരെ തിരികെയാണ്. അമ്മ അവിടെ കരയുന്നു, ഇവളിവിടെ കരയുന്നു. അവൻ പറയാണ് പിറ്റേ ദിവസം, അച്ഛാ 2 പേരും കൂടെ കൊണ്ട് 1 മണിക്കൂർ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കരച്ചിലായിരുന്നേ. മനുഷ്യനെ ജീവിതത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നത് ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, സ്നേഹം കിട്ടാതെ വന്നാൽ ഏത് വ്യക്തിയും തളർന്നു പോകും. ഏത് വ്യക്തിയും അപ്പം അത് ഉള്ളിൽ കടന്ന് വേദനയ്ക്കും കടന്ന്. അങ്ങനെ ക്ഷമ ചോദിച്ചു. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന കുടുംബത്തിൽ ഞാൻ ഇവിടെ കയറ്റി നിർത്തുകയാണ്. അവർ പറയാം, എൻ്റെ അച്ഛോ അതിനുശേഷം ഇവള് പോകുന്ന മുഴുവൻ വഴികളിലും ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരികയാണ്. ജോലിയുടെ വാതിൽ തുറക്കപ്പെടുന്നു, ഇവളുടെ കുഞ്ഞു സുഖപ്പെടുന്നു, ഇവളുടെ കെട്ടിയവന് പുതിയൊരു ജോലി ദൈവം കയറ്റിക്കൊടുക്കുന്നു. പിന്നെ മുഴുവൻ അനുഗ്രഹം, ആ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. ശരിക്കും ദൈവം പിശാചെന്ന് വെച്ച് കഴിഞ്ഞാൽ പകയും വെറുപ്പ് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, യോഹന്നാൻ അപ്പോസ്തലൻ ഒരൊറ്റ കൽപ്പനയാ പറഞ്ഞു, ഞാൻ നിങ്ങളെ, ഈശോ പറഞ്ഞ വചനം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നീയാണോ വലുത്, ഞാനാണോ വലുത്? ക്ഷമിക്കണം, വിട്ടുകൊടുക്കണം. മുറിവേറ്റ ലോകമാണ്. തിരുസഭയാകുന്നത് സ്നേഹം നിറഞ്ഞെടുക്കുമ്പോഴാണ്. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന, അത് എടുത്തു തരുന്നതിന് മുമ്പിൽ ഒരു പ്രോസസ്സുണ്ട്. മുറിക്കപ്പെടും. ആരൊക്കെ സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചു, അവരെല്ലാം മുറിക്കപ്പെടും. ഇന്ന് വീട്ടിൽ കിടന്ന് നിങ്ങളൊക്കെ നന്നായിട്ട് അധ്വാനിച്ചു, നിങ്ങളെയൊക്കെ മക്കൾ വലിച്ചു കീറും, ഭർത്താവ് വലിച്ചു കീറും, ഭാര്യ വലിച്ചു കീറും, മക്കൾ വലിച്ചു കീറും, നാട്ടുകാർ ശരിക്കും ചില അച്ഛന്മാരൊക്കെ ഇടവേ കിടന്നു, സഭയെ കിടന്നു, കഷ്ടപ്പെടും, വലിച്ചു കീറവരെ. കാരണം അത് സ്നേഹം കൊടുക്കാൻ ഇറങ്ങുന്നവർക്കല്ല ഇങ്ങനെ അവരെ വലിച്ചു കീറും. പക്ഷേ എന്നിട്ട് ഈശോ കീറിയിട്ട് അവർക്ക് തന്നെ കൊടുത്ത് അതങ്ങ് കൊണ്ടുപോകുക. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സാഫല്യവും അനുഗ്രഹമായിട്ട് നമ്മൾ കണ്ടുമുട്ടേണ്ടത്. കൈയടിച്ച് കർത്താവ് പറഞ്ഞേ, പോരെ 2 കരം പിടിച്ച് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധമായ ഈ സമയത്ത് പ്രവർത്തിക്കട്ടെ. ഒത്തിരി ഹൃദയങ്ങളെ തോട്ടെന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു. 2 കരം സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. മുമ്പ് ഞാനൊരു വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 7-ാം അധ്യായത്തില് സ്തെഫാനോസിന്റെ വചന പ്രസംഗത്തിന്റെ അവസാനം സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സംഭവം. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിന്റെ 59, 60. ഇത് ഞാൻ ഒന്നുകൂടി പറയണം. ക്ഷമിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. നമുക്കെതിരെ അപവാദം പറയുന്നവര്, നമ്മളെ കുരിശിത്തറയ്ക്കുന്നവര്, നമ്മുടെ മുഖത്ത് ചെളി വാരിയിടുന്നവര്, ചിലപ്പോൾ കുടുംബജീവിതത്തിൽ ഭാര്യയെ നശിപ്പിച്ച് ചിലപ്പോൾ കാണാം സ്വന്തം ഭാര്യയെ വേറൊത്തും കൊണ്ടുപോകുന്നു. അതൊക്കെ ഭയങ്കര മുറിവാണ്.
ഭർത്താവിന് വേറൊരാൾ കൊണ്ടുപോകുന്നു. ഭയങ്കര വേദനയാണ്. മക്കള് സ്നേഹിച്ച് വളർത്തിയ മക്കൾ ഒരു ദിവസം കൊണ്ട് ഒരുത്തിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയി, ഒരുത്തിയുടെ കൂട്ടത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പനോട് പറഞ്ഞു, എല്ലാം മുഖത്തടിച്ച് നാറ്റി സമൂഹത്തിൽ പോയി നിൽക്കാൻ മേലാത്ത വേദന, സഹിക്കാൻ മേലാത്ത. അപ്പം ഇത്തരം ഘട്ടങ്ങളോട് പോകുന്ന ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വേദന ഉള്ളിൽ കിടന്നുകൊണ്ടല്ലോ രോഗമുണ്ടാകും, തകർന്നു പോകും, ജീവിതം മുന്നോട്ട് പോകില്ല, ജീവിതം അതോടെ തീരും. കണത്ര വേദനയുടെ അനുഭവം. അപ്പം പലപ്പോഴും ഇങ്ങനെയുള്ള മക്കൾ, അച്ഛൻ ഞാൻ അവരോട് എൻ്റെ ഭർത്താവിനോ അല്ല എൻ്റെ ഭാര്യയോട് ഞാൻ ദൂരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പെരുമാറരുത്, ഞാനൊരു കള്ളത്തരം കാണിച്ചില്ല, പക്ഷേ എന്നെക്കുറിച്ച് മുഴുവൻ നെഗറ്റീവ്, അച്ഛൻ മൊത്തം നെഗറ്റീവ്. അപ്പം മുറിവേറ്റ് കരച്ചിൽ, ഉറക്കമില്ല, ഭക്ഷണമില്ല, യാത്രയില്ല, ജോലി സ്ഥലത്ത് ഡിസോർഡർ ആകുന്നു, പണി നടക്കില്ല, വീട്ടിലെ കാര്യം നടക്കില്ല, ഒരു കാര്യം നടക്കില്ല, ജോലി സ്ഥലത്ത് പോയാലും മുഴുവൻ ബ്ലോക്കാ, ചിലപ്പോൾ അസ്വസ്ഥന. കാരണം മുറിവേറ്റ മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൻ തളർന്നു, പെട്ടെന്ന് രോഗിയോ. നോക്കി ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു രോഗം കയറി പിടിക്കാൻ പോവുകയാ. ആ രോഗം തളർവാദ രോഗം വരും, തകർച്ചകൾ വരും, പ്രശ്നം വരും, ദുരന്തം വരും. പ്രാർത്ഥിക്കാൻ പറ്റിയല്ല, പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രത പോകും, കാരണം വേദന കയറി വരിക. ആ നീറ്റലുണ്ടല്ലോ ഉള്ളിൽ കിടക്കുന്ന വേദന. ഈ വേദന സുഖപ്പെടണമെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാം? അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സ്തെഫാനോസ് എന്ന് പറയുന്ന വിശുദ്ധനായവൻ, ചെറുപ്പക്കാരൻ, ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടവൻ, ക്രിസ്തുവിനെ മാത്രം ആരാധിച്ചവൻ, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു, ശക്തി നിറഞ്ഞവനായിരുന്നു. അവൻ ഇസ്രായേൽ ജനത്തിന് വചനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയുന്ന വചനമെല്ലാം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന വചനം, ക്രിസ്തുവിന്റെ വചനം നാട്ടുകാർക്കും ലോകത്തിലൊക്കെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഏറ്റവും ഇവനെ അറിയാൻ തുടങ്ങി. വാലെറിഞ്ഞപ്പോൾ ഇവൻ ചെയ്യുന്നത്, ഇവൻ സ്വർഗത്തിലേക്ക് നോക്കി. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവർ വചനം മുഴുവൻ വായിക്കും. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 7:54 മുതൽ അവരിത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം. അതായത് മക്കളെ, നിങ്ങളെ മറ്റുള്ളവർ വേദനിപ്പിക്കാൻ, കല്ലെറിയുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാനോ ക്ഷമ ചോദിക്കാനോ പറ്റില്ല. അത്തരം സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് ഈശോയുടെ തിരുമുഖത്തേക്ക് നിങ്ങൾ നോക്കണം. ഒരു പാപവും ചെയ്യാത്തവൻ നീതിമാനായവനെ കുരിശിൽ മനുഷ്യൻ തറച്ചിട്ടു. അവന്റെ ശരീരം മുഴുവനും ഉഴവുകാരൻ ഉഴുതുമറിക്കുന്നത് പോലെ ചതയ്ക്കുന്നുണ്ട്. ആ മുറിവേറ്റൽ അവന്റെ വായിൽ നിന്നൊരു പാഴ്വാക്ക് പോലും വരുന്നില്ല. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. 1 പത്രോസിന്റെ 2-ാം അധ്യായത്തിന്റെ 22, 23, 24. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ ഭീതിയോടെ വിധിക്കുന്നവന് തന്നെ ഫലമേൽപ്പിക്കുകയാണ് ചെയ്തത്. അവന് വേദനയും പീഡനവും ഉണ്ടായപ്പോൾ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഫലമേൽപ്പിക്കുകയാണ് ചെയ്തത്. അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കുന്നു. ഇവിടെ സ്തെഫാനോസിന് നേരെ കല്ലെറിയുമ്പോൾ സ്തെഫാനോസ് സ്വർഗത്തിലേക്ക്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു. കുരിശിൽ രക്തം ചിന്തി മരിച്ച ഈശോയുടെ മുഖത്തേക്ക് നോക്കുന്നു, സ്വർഗത്തിലേക്ക് നോക്കുന്നു, ഉത്ഥിതനായവനെ നോക്കുന്നു. അങ്ങനെ അവൻ നീ ദൈവത്തിലേക്ക് നോക്കുന്നു, നീ ദൈവത്തെ വിളിക്കും, ദൈവത്തോട് നോക്കണം. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തോളൂ, സഹനങ്ങൾ നിനക്കുണ്ടാകും, കല്ലേറുകൾ നിനക്കുണ്ടാകുന്നത് ശരിക്കും എന്തിനെന്നറിയാവോ? ഈ ദൈവത്തിലോട്ട് തിരിയാൻ വേണ്ടിയാ. ചിലപ്പോ കടബാധ്യതകള്, തകർച്ചകള്, ദുരന്തങ്ങള് ശരിക്കും ദൈവം നിനക്ക് അനുവദിച്ചതാ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഒരു തലമുടിയുടെ പോലും കൊഴിയില്ലെന്ന വചനം, ഒരു തലമുടിയുടെ പോലും കൊഴിയില്ല. ദൈവം അറിയാതെ നടക്കില്ല. എങ്കില് ഈ സഹനങ്ങളും ദൈവം നിനക്ക് തരുമ്പോൾ, ഈ ശത്രുക്കളെ നിനക്ക് ചുറ്റും ദൈവം നിർത്തുമ്പോൾ, നിന്റെ കുടുംബത്തിൽ അനർത്ഥം വരുമ്പോൾ, നിന്റെ മക്കൾ നിന്നെ പീഡിപ്പിക്കുമ്പോൾ, ശരിക്കും നീ ദൈവത്തിലേക്ക് നോക്കാൻ, ദൈവത്തിലേക്ക് തിരിയാൻ ദൈവം ആവശ്യപ്പെടുന്ന സമയമാണത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിലോട്ട് നോക്കുമ്പോൾ അവന് ശക്തി കിട്ടുന്നുണ്ട്, അവന് ഏറുകൊള്ളാനുള്ള ശക്തി കിട്ടുന്നുണ്ട്, വേദന ഏറ്റെടുക്കാനുള്ള ശക്തി കിട്ടുന്നുണ്ട്, ധൈര്യം കിട്ടുന്നുണ്ട്, അഭിഷേകം കിട്ടുന്നുണ്ട്, പരിശുദ്ധമായ ധൈര്യം കിട്ടുന്നുണ്ട്, സമാധാനം കിട്ടുന്നുണ്ട്, അവന്റെ മനസ്സ് സമാധാനമുണ്ട്.
അല്ലാതെ സ്തെഫാനോസ് മരിക്കുന്ന നിരാശപ്പെട്ട് ദുഃഖിതനായിട്ട് നിലവിളിച്ച് എന്നെ എറിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടല്ല മരിക്കുന്നത്. നല്ല സന്തോഷവും സമാധാനത്തോടെ അവൻ അന്ധവിശ്വാസം വലിക്കുകയാണ്. കാരണം സമാധാനം കിട്ടാൻ കാരണം അവൻ ദൈവത്തിലേക്ക് നോക്കുന്നു, ദൈവകരങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ ഈശോയിലേക്ക്, ഈശോയുടെ തിരുമുറിവിലേക്ക് നോക്കി നിൽക്കുക. അങ്ങനെ നോക്കാൻ പഠിക്കണം. അതാണ് നിനക്കെതിരെ മറ്റുള്ളവർ കല്ലെറിയുമ്പോൾ നിനക്കിന്ന് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നീ അവരുടെ മുഖത്തേക്ക് നോക്കുന്നു, അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, അവളുടെ മുഖത്തേക്ക് നോക്കുന്നു, അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. അതാണ് കുഴപ്പമേ. നോക്കേണ്ടത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണേ. ഈശോയുടെ മുൾക്കിരീടമണിഞ്ഞ തിരുമുഖത്തേക്ക് നീ നോക്കണേ. നോക്കുമ്പോൾ നിനക്ക് ശക്തി കിട്ടും. കുരിശെടുക്കാൻ ശക്തി, സഹിക്കാനുള്ള ശക്തി, ക്ഷമിക്കാനുള്ള ശക്തി. അപ്പോഴാണ് ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള ശക്തി കിട്ടും. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത്, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇവിടെ മറ്റൊന്നും കൂടെ ഉണ്ട്. അതായത് എന്തുകൊണ്ടാണ് അവൻ ദൈവത്തിലേക്ക്? എന്റെ സഹനത്തിന് പ്രതിഫലം ദൈവം തരും. നീതിമാനാ, ദൈവം നീതി എന്നോട്. ഒരു പക്ഷെ ലോകത്ത് നിനക്ക് നീതി കിട്ടണമെന്നില്ല, കോടതി മുറി നിനക്ക് നീതി കിട്ടണമെന്നില്ല, അപ്പനമ്മ നിന്നോട് നീതി കാണിക്കണമെന്നില്ല, ഭാര്യ ഭർത്താവ് നിന്നോട് നീതി കാണിക്കണമെന്നില്ല, വൈദികർ നിന്നോട് നീതി കാണിക്കണമെന്നില്ല, നിന്റെ അധികാരി നിന്നോട് നീതി കാണിക്കുന്നില്ല. അവർ മനുഷ്യരാ, എല്ലാവരും മനുഷ്യരാ. അവർക്കൊന്നും തന്നെ നീ ആഗ്രഹിക്കുന്ന പോലത്തെ നിന്നോട് നീതി കാണിക്കാൻ പറ്റണമെന്ന്. പക്ഷേ ഒരു നീതി കാണിക്കുന്ന, നീതി എല്ലാം അറിയാവുന്ന, സർവവും അറിയുന്ന, സർവത്തെയും വിധിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ മക്കൾ നീ നിന്റെ വേദന പ്രശ്നം നീ ഇറക്കി വെച്ച് അവൻ എന്നോട് നീതി കാണിക്കും, അതെനിക്ക് പ്രതിഫലം ദൈവം തരും, മനുഷ്യനല്ലത് ദൈവം തരും അന്ന് കരുതുന്നവനാണ് സ്തെഫാനോസ്. അവൻ യേശുവിന് പഠിച്ചത്. യേശു കുരിശിൽ, പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ലെന്ന് ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. അത് തന്നെ ഇവനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുക, അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്നൊരു യുവാവിന്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. കൊണ്ടോ നിരുപാധി ഈ പാപം എറിയുന്നവരുടെ മേൽ ആരോപിക്കരുതേ, അവരെ ശിക്ഷിക്കരുതേ, എന്നെ പീഡിപ്പിക്കുന്നവരെ നീ ശിക്ഷിക്കരുതേ, എന്നെ കൊല്ലുന്നവരെ നീ നശിപ്പിക്കല്ലേ. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇവന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയേ, ഈശോയുടെ മുഖത്തേക്ക് നോക്കി. ദൈവമക്കളെ, ഇന്ന് നമ്മളില് ചുരുക്കം ആളുകൾ മാത്രമേ സഹനം വരുമ്പോൾ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കുന്നുള്ളൂ. അവിടെയാണ് നോക്കേണ്ടത്. അവൻ പോയ വഴിയാണ് പോകേണ്ടത്. ശ്രമം പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. 1 യോഹന്നാന്റെ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം പറയും, അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. കൈകൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് കർത്താവ് നന്ദി പറഞ്ഞ്. അവിടെ പ്രിയപ്പെട്ട മക്കൾ, ക്ഷമിക്കണമെങ്കിൽ നീ ദൈവത്തിന്റെ മുഖത്തേക്ക്. അതുകൊണ്ട് നിനക്ക് സഹനങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, നീ ദൈവസന്നിധി പോയിട്ട് തമ്പുരാന്റെ തിരുമുഖത്ത് അവന്റെ പീഡാസഹനത്തെ ധ്യാനിക്കുക. ഒരു കുരിശിന്റെ വഴി പ്രാർത്ഥനയൊക്കെ ചൊല്ലുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്കൊരു ശക്തി തരും. കൊണ്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈശോയ്ക്ക് പീഡനമുണ്ടാകുമ്പോൾ, സഹനമുണ്ടാകുമ്പോൾ ഈശോ ചെയ്യുന്നത്, അവന് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവൻ പാപം ചെയ്തിട്ടില്ല. അതായത് 1 പത്രോസ് 2:22 അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ അധരത്തിൽ വഞ്ചന പുറപ്പെട്ടില്ല, കാണപ്പെട്ടില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല. അത് ഇങ്ങോട്ട് തെറി വിളിച്ചവനെ അങ്ങോട്ട് തെറി വിളിച്ചില്ല, ഇങ്ങോട്ട് ശപിച്ചവനെ തിരിച്ച് ശപിച്ചില്ല, ഇങ്ങോട്ട് മുറിവേൽപ്പിച്ചവനെ അങ്ങോട്ട് മുറിവേൽപ്പിച്ചില്ല. അതാണ് നമ്മുടെ കർത്താവ്. ഇങ്ങോട്ട് ഉപദ്രവിച്ചവനെ തിരിച്ചു ഉപദ്രവിച്ചില്ല, ഇങ്ങോട്ട് കൊന്നവനെ തിരിച്ചു കൊന്നിട്ടില്ല, ഇങ്ങോട്ട് നുണ പറഞ്ഞവനെ തിരിച്ചു നുണ പറഞ്ഞവനെ തീർക്കാൻ നോക്കിയിട്ടില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയില്ല. നിന്നെ തീർത്തുകൊള്ളാം, നശിപ്പിച്ചോളാം, നാളെ എനിക്കൊരു ദിവസമുണ്ട്, എനിക്ക് അവസരം വരും, നീ നോക്കിക്കോ. ഇത് പറയുന്നു
അതെല്ലാം കടക്കുമ്പോൾ നമ്മൾ വെറുപ്പും പകയുക, അത് കിടക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അത്തരം ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന് തീ പിടിപ്പിക്കാൻ പറ്റത്തില്ല. അതിന് അത്തരം പരിശുദ്ധ വരങ്ങളൊന്നും ഉണ്ടാകില്ല. വരങ്ങൾ തീ പിടിക്കണമെങ്കിൽ അത് ഉണങ്ങിയ കമ്പായിരിക്കണം, നന്നായിട്ട് പെട്ടെന്നത് അത് കത്തിപ്പിടിക്കണം. ആത്മാവ് കത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ജലം, പാപം ഉണ്ടാകരുത്, തിന്മയുണ്ട്. അത് കിടക്കുമ്പോഴാണ് ആത്മാവ് ജ്വലിക്കാൻ പറ്റില്ല, സ്തുതിക്കാൻ പറ്റില്ല. പലർക്കും സ്തുതിക്കാൻ പറ്റാത്ത കാരണം അത് പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല എന്ന് പറയാൻ കാരണം അതിനകത്ത് നനവുണ്ട്, അതുകൊണ്ട് തീ പിടിക്കത്തില്ല. വെള്ളത്തിന്റെ അംശമുണ്ട്, അത് പാപത്തിന്റെ അംശമുണ്ട്, അശുദ്ധിയുടെ അംശമുണ്ട്, അവിടെ പാപമുണ്ട്. അതുകൊണ്ട് അവന് തീ പിടിക്കാൻ പറ്റില്ല, പരിശുദ്ധമാഗ്നി അവന് കത്തിപ്പിടിക്കത്തില്ല. തീ കൊടുക്കുമ്പോഴും തീ പിടിക്കാൻ പറ്റത്തില്ല ഇതിനെ. രണ്ട് കരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു. വെറുപ്പാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യമുള്ളൂ, ഒറ്റ കാരണത്താലാണ് നമുക്കൊന്ന് കൃപ കിട്ടാത്തത്, സൗഖ്യം കിട്ടാത്തത്, ബന്ധനടിയാത്തത്, സാത്താൻ വിട്ടുപോകാത്തത്. വെറുപ്പുള്ളവന്റെ ഹൃദയത്തിൽ നിന്ന് പിശാചിന് പോകാൻ പറ്റത്തില്ല. കാരണം പിശാചിന് ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വെറുപ്പുള്ളൊരു മനസ്സാണ്. പകയും വിദ്വേഷവും പ്രതികാര ചിന്തയുള്ള മനസ്സാണ് അവൻ തെരഞ്ഞെടുക്കുന്നത്. അവിടെയാണ് അവന്റെ വാസസ്ഥലം, അവിടെയാണ് അവൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ചിലപ്പോൾ തെറി വിളിക്കുമ്പോൾ, ചീത്ത വിളിക്കുമ്പോൾ, മറ്റു വാക്കുകളൊക്കെ പറയുമ്പോൾ, സമൂഹത്തിലുള്ള രഹസ്യമായിട്ട് പീഡിപ്പിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെതിരായിട്ട് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, ഇവിടെ നമുക്ക് വലിയൊരു സൗഖ്യം കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരമെടുത്ത് ഒറ്റ വിളി യേശുവേ എന്ന് വിളിച്ചേ, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. യോഹന്നാൻ പറയുക, സ്വർഗത്തിലൊരു ആത്മാവ് പോകാത്തതിന്റെ പിന്നിൽ ഒരു ഒറ്റ കാരണമേ കാണുള്ളൂ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ആളുകളെ പകയും വിദ്വേഷവും വെറുപ്പും കിടപ്പുണ്ടെങ്കിൽ ആത്മാവിന് നിത്യജീവിതം ആവാസാക്കാൻ പറ്റരുത്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:14-15 വചനം പറയും, സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സ്വരവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ സ്വർഗം വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. എനിക്കിനെ ചില കുടുംബങ്ങൾ ഭാര്യയും ഭർത്താവും വർഷങ്ങളായിട്ട് സംസാരിക്കാത്തത്, മക്കളോട് സംസാരിക്കാത്തത്, പ്രതികാരിച്ചുകൊണ്ടിരിക്കുക. അവനെ ഞാൻ വെള്ളം കൂടെ അവനെ നശിപ്പിക്കുക, തീർക്കും, ഇത് പറഞ്ഞുകൊണ്ടൊക്കെയാണ്, കുറ്റം പറഞ്ഞു നോക്കുക, അവസരം നോക്കുകയാണ്. ഓരോ ചെറിയ കാര്യമുള്ളൂ, ചെറിയ കാര്യം. ചിലപ്പോൾ വീട്ടിലൊരു വഴി കിട്ടാത്തതിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ഇലക്ട്രിസിറ്റി കിട്ടാത്തതിന്, ചിലപ്പോൾ അയൽപക്കത്തുള്ളവർ പരിഗണിക്കാത്ത, ഒരു കല്യാണത്തിന് വിളിക്കാത്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വിളിക്കാത്ത, അപ്പോൾ ചിലപ്പോൾ ഒരു കുറ്റം പറഞ്ഞുകൊണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം മതി, അതിനകത്തോട് ഒന്ന് വലിയ കാര്യം മറിച്ച് ഇതിങ്ങനെ കിടക്കുക. അപ്പം അങ്ങനെയുള്ള ഞാൻ ഒറ്റ വാക്കുകൾ, പ്രിയപ്പെട്ട മക്കൾ, ഈ ധ്യാനത്തിൽ നിങ്ങൾ എടുക്കേണ്ടത്, അങ്ങനെ നിങ്ങളെ വേദനിപ്പിച്ച മുഴുവൻ മക്കളുടെയും പേര് നിങ്ങളൊരു ഒരു ഒരു പേപ്പറിൽ എഴുതണം. എഴുതിയിട്ട് നിങ്ങൾ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയിട്ട് പരിശുദ്ധ കുർബാന ദിവികാരനെ ആരാധനയുടെ മുമ്പിൽ പോയിരിക്കണം. ആരും ഒറ്റയ്ക്ക് പോയിരിക്കണം, ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ കരയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം. പരിശുദ്ധമാർ പരിശുദ്ധമായി ക്ഷമിക്കാനുള്ള ശക്തി തരണേ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സ് വേദനിക്കും. ചില സംഭവങ്ങളൊക്കെ ഓർമ്മയിലോട്ട് വരുമ്പോൾ ഞാൻ തന്നെ തീർന്നു പോവുകയാണ്, എൻ്റെ മനസ്സിന് നിയന്ത്രണം തന്നെ വിട്ടുപോവുകയാണ്. അവരോട് ക്ഷമിക്കാൻ എനിക്ക് കൃപ തരണമേ. അപ്പോൾ നീ ആ സമയത്താണ് ഈശോയുടെ മുൾക്കിരീടമണിഞ്ഞ തിരുമുഖം കാണണം. പിലാത്തോസിന്റെ മുമ്പിൽ നിന്ന് ഈശോയെ കാണണം. ഒരു തെറ്റ് ചെയ്യാത്തവനെ മേല് ഇത് കുരിശുമരണം വിധിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈശോയ്ക്ക് ആരോടും പകയില്ലാത്തൊരു ഈശോ ക്ഷമി. കാരണം ഈശോയുടെ ചിന്ത എന്താണ്? ഈശോയുടെ വിശ്വാസം എന്താണ്? അതായത് ഇതിനെല്ലാം എൻ്റെ ഈ സഹനത്തിന് മുഴുവൻ പ്രതിഫലം ദൈവം തരും, ദൈവം തരും, ദൈവം തരും. എൻ്റെ ദൈവം എനിക്ക് വേണ്ട നീതി നടത്തി തരും. എൻ്റെ കണ്ണുനീരിനും എൻ്റെ സഹനത്തിനും പ്രതിഫലം ദൈവം തരും. ദൈവമാണ് എനിക്ക് തരുന്നത്, മനുഷ്യരല്ല എനിക്ക് തരുന്നത്. ദൈവമല്ല തരുന്നത്, മനുഷ്യരല്ല തരുന്നത്. ദൈവമാണ് എനിക്ക് എൻ്റെ കഷ്ടപ്പാടിന് സഹനത്തിന്, എൻ്റെ സത്യസന്ധതയ്ക്ക് പ്രതിഫലം തരുന്നത് എൻ്റെ ദൈവമാണെന്ന് നീ വിശ്വസിക്കണം. നിന്റെ സത്യസന്ധതയ്ക്ക് ദൈവമാണ് പ്രതിഫലം. നാട്ടിലുള്ളവർ ഒരുപക്ഷെ നീ സത്യം പറഞ്ഞതിന് ആരും അംഗീകരിക്കത്തില്ല. നീ കാല് പിടിച്ചു പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഭർത്താവ് നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നീ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല, ഞാനല്ലത് ചെയ്തത്, ഇത് ചതിയാ, എനിക്കറിയാം നീ അത് ചെയ്യുള്ളൂ. അപ്പോൾ നീ ഒന്നും പേടിക്കാൻ, നീ ധൈര്യമായിട്ട് ഇറങ്ങി പോകൂ. കാരണം നിന്റെ സത്യസന്ധതയ്ക്ക് ഒരിക്കൽ ദൈവം നിനക്ക് പ്രതിഫലം ദൈവം തന്നിരിക്കുമെന്ന് തന്നെ യാതൊരു സംശയമില്ല. ചിലപ്പോൾ കാണാൻ പറ്റും നീ
കടം കൊടുത്തു, സമയമായപ്പോ പറഞ്ഞേ നീ നിന്റെ കടം, നീ പൈസ നീ തന്നിട്ടില്ല, ഞാനും തന്നിട്ടില്ല, അങ്ങോട്ടും നീ എനിക്ക് നിന്നെ അറിയും. ചങ്ക് തകർന്നു പോയി. ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കൊണ്ടുപോയിട്ട് ഒരുവന് കൊടുത്തതാ, കടം കൊടുത്തതാ. അവന് കുറച്ച് അവന്റെ കാര്യമൊക്കെ പിന്നെ ചോദിച്ചപ്പോൾ പറയേ എനിക്കറിയത്തില്ല, ഞാനങ്ങ് സംഭവം പോലും ഓർക്കുന്നില്ല. ചങ്ക് തകരുന്നതിന് കണക്കൊരു വെറുപ്പ്, ഒരു പക, ഒരു ഇരുട്ട് ഉള്ളിൽ. ആ ഉള്ളിൽ ഇരുട്ട് കടന്നാൽ അത് കുടുംബത്തിൽ നിന്ന് മക്കളോട് തീർക്കും, ഭാര്യയോട് തീർക്കും, ഭർത്താവിനോട് കൊടുക്കും, നാട്ടിൽ സഭയിൽ പള്ളി ചെലവ്, പള്ളി കിടന്നു. എനിക്ക് വിശ്വാസമില്ല, പള്ളിയിൽ ദൈവമില്ല, ദൈവം എന്നൊരാളുടെ പിന്നെ എന്തുകൊണ്ട് എനിക്ക്. അതാണ് നമുക്ക് ഇതാണ് എല്ലാവരും ദൈവമില്ല ദൈവമില്ല എന്ന് പറയുന്നവരെല്ലാം പ്രശ്നം. അവര് നീതിക്ക് വേണ്ടി ശ്രമിച്ചത് ഈ ഭൂമിയിലാണ്. മറ്റുള്ളവർ മക്കളെ ഒരിക്കലും ഭൂമിയിൽ നമുക്ക് നീതി കിട്ടുമെന്ന് കരുതരുത്, കിട്ടില്ല. നീതി കിട്ടുന്നത് ദൈവം മാത്രമേ നമുക്ക് നീതി നടത്തി തരുവുള്ളൂ. നിങ്ങൾ കരുതിക്കൊള്ളുക. ആ നീതിമാൻ, ഈ കുരിശിൽ രക്തം ചിന്തി മരിച്ചവൻ, അവനെ മനുഷ്യൻ തകർത്തു അല്ലേ? അവന് 3 ആണുകളിൽ കുരിശ് തറച്ചു, നഗ്നനാക്കി കുരിശ് തറച്ചിട്ടു, തുപ്പി അവന്റെ മുഖത്ത്, അവനെ അടിച്ചു ശരിക്ക് തീർത്തു. പക്ഷേ ആരും അവന് വേണ്ടി വാദിച്ചില്ല, ഒരാള് പോലും അവന് വേണ്ടി നിലകൊണ്ടില്ല, ആരും അവനെ കുരിശ് തറക്കരുതെന്ന് പറഞ്ഞില്ല, ആരും ഒരുത്തം പോലും പറഞ്ഞില്ല നീതിമാനാണെന്ന് വിളിച്ചു പറഞ്ഞില്ല. എല്ലാവരും ഇവനെ അല്ലേ ഈശോയെ കുറിച്ച് നമുക്ക് ലൂക്കാസ് സുവിശേഷം 23:32, 31, 32, 33 വചനങ്ങൾ 2 കള്ളന്മാരെ കൂടെ കൊണ്ടുപോയി, ഇടത്തും വലത്തും 2 കള്ളന്മാരെ കൂടി കുരിശ് തറച്ചു. എന്നുവെച്ചാൽ ഇവനെ കള്ളന്മാരുടെ കൂട്ടത്തിൽ തന്നെ അവർ പാപികളുടെ കൂട്ടത്തിലാണ് കിടത്തത്. ഇവനെ നീതിമാനം ദൈവമൊന്നുമല്ല. അങ്ങനെ എല്ലാ മനുഷ്യന് കാണിക്കാവുന്ന എല്ലാ ശോഭകേടും എല്ലാം അവന്റെ മേൽ കൊടുത്തു. അങ്ങനെ മനുഷ്യൻ അവനെ പുറത്താക്കി. പക്ഷേ തന്റെ പരിശുദ്ധൻ അഴുകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അവന്റെ അസ്ഥികളൊന്നുപോലും തകർക്കപ്പെടാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. 3-ാം നാൾ മഹത്വപൂർണ്ണമായി അവൻ ഉത്ഥാനം ചെയ്തു. പ്രൈസ് അവനോട് സ്വർഗപിതാവ് നീതി കാണിച്ചു. സ്വർഗപിതാവ് അവനോട് നീതി കാണിച്ചു. ദൈവമാണ് നീതി കാണിക്കുന്നത്. മനുഷ്യൻ തരുന്ന നീതിയിൽ നിങ്ങൾ ആശ്രയിക്കരുത്, വിശ്വസിക്കരുത്. മനുഷ്യൻ തരുന്ന സൽപ്പേരുകൾക്കൊന്നും നിങ്ങൾ വില കൊടുക്കരുത്. മനുഷ്യരിന്ന് ഒന്ന് പറയും, നാളെ വേറൊന്ന് പറയും. ഇത് നിങ്ങളെ പുകഴ്ത്തി പറയുന്നവൻ തന്നെ നാളെ നിങ്ങളെ ഇകഴ്ത്തി പറയും. പക്ഷേ ഈ ദൈവം മാറ്റമില്ലാത്തവൻ, കർത്താവായ യേശു ക്രിസ്തു നിനക്ക് നീതി നടത്തി തരും. ദൈവം നിനക്ക് നീതി നടത്തി തരും. നിന്റെ സഹനത്തിനും നിന്റെ കണ്ണുനീരിനും ദൈവം നിനക്ക് പ്രതിഫലം. ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുമ്പോഴാണ് നീ യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുന്ന ആ സമയത്ത് മാത്രമാണ് തിരിച്ചറിഞ്ഞുകൊള്ളുക കർത്താവിന്റെ കരം വെളിപ്പെട്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നിരുപാധികം ക്ഷമിക്കാം. അടുത്തുള്ളൂടെ കൈകോർത്തൊന്ന് പിടിച്ച്, ഒന്ന് കണ്ണടച്ച് പിടിച്ച്, ഒന്ന് ഉയർത്തിപ്പിടിച്ച്, സാധിക്കുന്ന പോലെ. എപ്പോഴും സാധിക്കുന്ന നിർബന്ധമില്ല, പറ്റുന്ന പോലെ ചെയ്താൽ മതി. പറ്റുന്ന പോലെ ചെയ്യുക. 2 കരം ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം കണ്ണടച്ച് വചനത്തെ സീരിയസ് ആയിട്ട് സ്വീകരിച്ച്, ഉള്ളുകൊണ്ട് നീ കൈ പിടിച്ചിരിക്കുന്ന നിന്റെ അപ്പൻ്റെ കയ്യിലാണ്, അമ്മയുടെ കയ്യിലാണ്, ഭാര്യയുടെ കയ്യിലാണ്, ഭർത്താവിൻ്റെ കയ്യിലാണ്. നിന്നെ നശിപ്പിച്ചു തകർത്തവർക്ക് നീ നിരുപാധികം ക്ഷമിച്ച് മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നീ അവർക്ക് ഒരു നിമിഷം നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. ഈശോ നിന്നെ സ്നേഹിക്കുന്ന സമയമാണ്. നിന്റെ മുറിവുണക്ക ദൈവം ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മാറ്റണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മാറ്റണമേ. യേശുവേ, നീ മാത്രമേ സഹായം
കരമുയർത്തി ഒറ്റ വിളി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സൗഖ്യമുണ്ടാവട്ടെ യേശുനാമത്തിൽ. നീ മാത്രമൻ സഹായം. ഉച്ചത്തിൽ യേശുവേ, യേശുവേ, നീ മാത്രമൻ സഹായം. ഒറ്റ വിളി യേശുവേ എന്ന് വിളിക്കുന്നു ഉച്ചത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട് എഫെസോസ് ലേഖനത്തിന്റെ 4:23 മുതലുള്ള വചനം വായിക്കും. 24-25 മുതൽ വചനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, കോപിക്കാം, പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കോപം അവസാനിപ്പിക്കണം. പിശാചിന് നിങ്ങൾ അവസരം കൊടുക്കരുത്. വെറുപ്പും വിദ്വേഷമുള്ള എല്ലാവരും പിശാചിന് അവസരം കൊടുക്കുന്നു. കൊലപാതകങ്ങളും ആത്മഹത്യകളും കുടുംബ പ്രശ്നങ്ങളും എല്ലാത്തിനും കാരണം ഇതാ, വെറുപ്പ, ഉള്ളിൽ കിടക്കുന്ന പാക, വിദ്വേഷം. എന്നെ ആർക്കും വേണ്ട. പ്രിയപ്പെട്ട മക്കളെ, നിന്നെ വേണമെന്ന് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരിക്കലും നിന്റെ അപ്പനും അമ്മയല്ല. അത് എന്ന് തിരിച്ചറിയുന്നു അന്ന് നീ രക്ഷപ്പെടും. നിന്റെ അപ്പനും അമ്മയോ നിന്റെ ഭാര്യയോ ഭർത്താവോ മകനോ മകളോ നാട്ടുകാരോ വീട്ടുകാരോ കുടുംബക്കാരോ ഒന്നും അല്ല നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഒരേ ഒരാൾ മാത്രമാണ്, നിന്റെ കർത്താവായ യേശു ക്രിസ്തുവാണ് നിന്നെ ഏറ്റവും അധികം സ്നേഹിച്ചത്. തിരിച്ചറിയുന്ന ദിവസമാണ് നിന്റെ രക്ഷയുടെ ദിവസം. അതെന്ന് നീ അറിയുന്നുവോ അത് നീ രക്ഷപ്പെടും. അതറിയുന്നു. ആ അറിവ് വൈകുന്തോറും നിന്റെ പ്രശ്നങ്ങൾ വൈകിക്കൊണ്ടിരിക്കും. തീരുമാനം ഉണ്ടാകില്ല, ഒന്നിനും തീരുമാനം ഉണ്ടാകില്ല. നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, നിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരാണ് നീ മനസ്സിലാക്കുന്നത്. ഏറ്റവും വലിയ കുഴപ്പം അതാണ്. നീ ബിലോ ആവറേജ്, യു ഗോയിങ് നീ ഒത്തിരി താഴോട്ട് പോവുക. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഇവ മാത്ര. റോമലേഖനത്തിന്റെ 5 മുതൽ 5 പ്രത്യാസമയം നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം പറയേ, ഒരു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസം. ഒരുപക്ഷെ ഒരു നീതിമാന് വേണ്ടി ആരെങ്കിലുമൊക്കെ മരിച്ചെന്ന് വരാം, പക്ഷെ ഒരു പാപിക്കൂല ആരും മരിക്കില്ല. എന്ന് പറയും, നാം പാപികളായിരിക്കെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നീ എന്തെങ്കിലും പുണ്യം ചെയ്തുകൊണ്ടല്ല ദൈവം നിനക്ക് വേണ്ടി മരിച്ചത്. നിന്റെ പാപം നീ ഈശോയെ വേദനിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അങ്ങോട്ട് തല്ലുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അങ്ങോട്ട് മുറിവേൽപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ തിരിച്ച് ഒഴുകിയത് സ്നേഹം മാത്രം. അങ്ങനെ നിന്നെ ചരിത്രത്തിൽ സ്നേഹിക്കുന്ന ഒരൊറ്റ വ്യക്തിയുള്ളൂ, നിന്റെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് നിന്നെ അതുപോലെ സ്നേഹിക്കുന്നത്. നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നതിൻ്റെ ഡിമാൻഡിങ് ഉണ്ട്. നീ നല്ലത് ചെയ്യുകയാണെങ്കിൽ നല്ലത്, ഞാൻ അങ്ങോട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് സഹായിക്കാം, ഞാൻ എന്തെങ്കിലും കൊടുത്താൽ തരാം, ഞാൻ സ്നേഹം കൊടുത്താൽ സ്നേഹം തരും, ഞാൻ അങ്ങനെയാണെങ്കിൽ നിനക്ക് സൗന്ദര്യമുണ്ട് സ്നേഹിക്കും, നിനക്ക് കഴിവുണ്ട് സ്നേഹിക്കും, പണമുണ്ട് ഭയങ്കര സ്നേഹം, നിനക്ക് അഴകുണ്ടൊക്കെ സ്നേഹം, നിനക്ക് വിദ്യാഭ്യാസം. അതല്ലേ മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ. ദൈവം നിന്നെ സ്നേഹിക്കുന്നിടത്ത് നിനക്ക് പണമുണ്ടോ ദൈവം നോക്കാറില്ല, നിനക്ക് കഴിവുണ്ടോ ദൈവം നോക്കാറില്ല, നിനക്ക് കൈയുണ്ടോ കാലുണ്ടോ നോക്കാറില്ല, നിനക്ക് വീടുണ്ടോ വീടില്ലോ ദൈവം നോക്കാറില്ല, സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ നോക്കാറില്ല, നിനക്ക് ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ, നിനക്ക് പേരും മഹിമയുണ്ടോ നോക്കാറില്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം ഒറ്റ കാരണമുള്ളൂ, നീ ദൈവത്തിൻ്റെ കുഞ്ഞായതുകൊണ്ട് ദൈവം നിന്നെ ഏതവസ്ഥയിലും ദൈവം നിന്നെ സ്നേഹിച്ചിരിക്കുമെന്നതിന് യാതൊരു മാറ്റമില്ല. Because you are the child of God. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കുഞ്ഞാ നീ. അതുകൊണ്ട് ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല, ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഈ അറിവ് നിനക്കുണ്ടെങ്കിൽ ഈ ഭൂമി നീ പിടിച്ചിരിക്കും. ഈ അറിവ് നിനക്കില്ലെങ്കിൽ ഈ ഭൂമി നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നിനക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല.
നിന്നെ സ്നേഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ ഭാര്യ, ഭർത്താവ്, മകന, മകള, നാട്ടുകാരെ, വീട്ടുകാരെ, കുടുംബക്കാരെ. അങ്ങനെ കരുതിക്കോ, വെറുതെയാ, നീ തകർന്നു പോകും, നിന്റെ ജീവിതം തകർന്നു പോകും. നീ മറ്റുള്ളവരിൽ അമിതമായി പ്രതീക്ഷിക്കുന്നു. അതാണ് നിന്റെ ഏറ്റവും വലിയ കുഴപ്പം. നീ പ്രതീക്ഷിക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്നല്ല, നീ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് മാത്രമേ നീ പ്രതീക്ഷിക്കാവുള്ളൂ. ദൈവമാണ് നിന്നോട് നീതി കാണിക്കാൻ പോകുന്നത്, ദൈവമാണ് നിന്നോട് കരുണ കാണിക്കാൻ പോകുന്നത്. രണ്ട് കരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നീ തകരണമെന്ന് ഒത്തിരി പേര് ആഗ്രഹിക്കും. ചിലപ്പോൾ കൂടെയുള്ളവർ പോലും ആഗ്രഹിക്കും, നിന്റെ നാശം ആഗ്രഹിക്കും, നിന്റെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കും, നിന്റെ ബന്ധുക്കൾ ആഗ്രഹിക്കും, നിന്റെ സഹപ്രവർത്തകർ ആഗ്രഹിക്കും, നിന്റെ അപ്പന് ഭാര്യ പോലും ആഗ്രഹിക്കും. ചില ഭർത്താവിന്റെ നാശം, ഭർത്താവ് ആഗ്രഹിച്ച ഭാര്യയുടെ നാശം, മക്കളുടെ നാശം, എല്ലാവരും ചിലപ്പോൾ എല്ലാം ഒത്തിരി നിന്റെ തകരണം. നീ ചെറുതായി കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, അല്ല ആനന്ദം. പക്ഷേ നീ തകരരുതെന്നും നശിച്ചു പോകരുതെന്നും ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. ഒരാൾ മാത്രമേ ഉള്ളൂ നിന്റെ ഒരിക്കലും തകർച്ച ആഗ്രഹിക്കാത്തത്. നിന്റെ ദൈവമായ കർത്താവാണെന്ന് നീ അറിയണം. അതിനുവേണ്ടിയാണ് അവൻ കുരിശിൽ തകർക്കപ്പെട്ടത്, അതിനുവേണ്ടി അവൻ കുരിശിൽ മരിച്ചത്. ഞാൻ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തെ കീഴ്പ്പെടുത്തട്ടെ. നിരുപാധി ക്ഷമിച്ചാലേ. മക്കളെ, ഈശ്വരനാമത്തിൽ അച്ഛൻ പറയുന്നു, നമുക്കെല്ലാവർക്കും ക്ഷമിക്കാം, നമുക്കെല്ലാവർക്കും ക്ഷമ കൊടുക്കാം, നമുക്കെല്ലാവരും രമിതപ്പെടാം. എങ്കിലേ നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളാകുള്ളൂ, ക്രിസ്തു ശിഷ്യന്മാരാകുള്ളൂ, ദൈവരാജ്യത്തിൻ്റെ മക്കളാകുള്ളൂ. യോഹന്നാൻ ശ്ലീഹായെ കുറിച്ചൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. യോഹന്നാൻ്റെ അവസാന വാർദ്ധക്യത്തിലാണ്. യോഹന്നാൻ ഒത്തിരി പ്രായമായിട്ടാണ് മരിക്കുന്നത്. 80-90 വയസ്സൊക്കെ കാണുമെന്നാണ് പറയുന്നത്. അപ്പം ആ സമയത്ത് യോഹന്നാൻ സുവിശേഷ പ്രസംഗിക്കാനൊന്നും വയ്യ. അപ്പം ഈ കടൽ തീരത്തൊക്കെ ക്രൈസ്തവരിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ സുവിശേഷ പ്രസംഗമൊക്കെ കഴിയുമ്പോൾ അവസാനം ഈ യോഹന്നാൻ ശ്ലീഹായെ ഇവർ കൊണ്ടുവരുമ്പോൾ ഈ പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം കൊണ്ടുവന്നല്ലോ വലിയ കസേരയിൽ ഇങ്ങനെ കയറ്റിയെടുത്തു. അവിടെ പൊക്കി പിടിക്കും, നടക്കത്തില്ല, എഴുന്നേക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് യോഹന്നാൻ ഒറ്റ വാക്കേ പറയുള്ളൂ, അവർ മക്കളെ, ദൈവം സ്നേഹം, ഞാൻ നേരെ ആ സ്നേഹം കണ്ടതാ. ദൈവ സ്നേഹം, യേശു സ്നേഹിക്കുന്നു, ദൈവം മാത്രം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ സുഖം പ്രാപിക്കുമായിരുന്നു. കുഷ്ഠരോഗികൾ സുഖം പ്രാപിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതേ മക്കളെ, നിങ്ങളെ ആരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ മനുഷ്യരിൽ നിന്ന് നിങ്ങൾ അമിതമായി പ്രതീക്ഷിക്കുന്നു, അതാണ് നിങ്ങളുടെ നിരാശയ്ക്ക് കാരണം. മനുഷ്യ പ്രതീക്ഷിക്കേണ്ടത് ദൈവം മാത്രമാണ്. പൂർണ്ണനായവൻ, സർവശക്തൻ, എല്ലാം അറിയാവുന്ന ദൈവമാണ്. അല്ല, കോടതി മുറി വെച്ച് നിന്നെ എല്ലാവരും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പക്ഷെ നീ സത്യം ചെയ്തു, പക്ഷെ നിനക്ക് ഇത് കിട്ടിയത്, നീ കുറ്റക്കാരനായിട്ട്, നീ ഒരു കുറ്റം ചെയ്യാത്തവനായിട്ട് അവിടെ ചെന്നത്. നീ സത്യം പറയാൻ പറ്റും, പക്ഷെ വന്നു വന്ന അവസാനം നീ പ്രതിയായി. അപ്പം നീ ഓർത്തോണം, നീ പേടിക്കൊന്നും വേണ്ട. മനുഷ്യന് അറിവില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എല്ലാം അറിയാവും ദൈവം. നിന്റെ സത്യസന്ധതയ്ക്ക് ഒരിക്കൽ പ്രതിഫലം തരുമെന്ന് നീ ഉറച്ചു നീ വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണേ. ചില മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടു മക്കളെ വളർത്തി, അവസാനം മക്കള് കൈവിട്ടുപോയി, വഴിവിട്ട ബന്ധങ്ങൾ, ശങ്ക തകർന്നു പോയി. ഞാൻ ഈ കുഞ്ഞിനെ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക, നീ ഒരുത്തി കാരണം നിന്റെ കൊച്ചിങ്ങനായത്, നീ ഒരുത്തൻ കാരണം. ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു. രാത്രിയും പകലും കഷ്ടപ്പെട്ടാണ് ഇതിനെ വളർത്തിയത്. പ്രാർത്ഥിച്ചുള്ളൂ, ഒരു ടൈമാണ്. എന്താ ദൈവമേ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. നീ പേടിക്കേണ്ട കാര്യമില്ല. ആ ദൈവം നിനക്ക് നീതി നടത്തി തന്ന് നിന്റെ കണ്ണുനീര് കർത്താവ് ഒപ്പിയെടുത്തിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത് വിശ്വസിക്കുന്നെങ്കിൽ അച്ഛനീ പറഞ്ഞ വചനത്തെ വിശ്വസിക്കുന്ന മക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറയട്ടെ. ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുകയും. നിങ്ങളുടെ ഒരു കാരണത്തടിക്കുന്നവന് മറ്റേ കാരണം കാണിച്ചു കൊടുക്കുക. കണച്ചിൽ കൊടുത്തേക്കുക. എല്ലാം അറിയാവുന്ന ദൈവം നിനക്ക് നീതി നടത്തി തരും. എല്ലാം അറിയാവുന്ന ദൈവം നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതിന്റെ വിശ്വാസത്തെ സൂക്ഷിച്ച് കൈയടിച്ച് കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ. രണ്ട് കരം എടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. ആമേൻ.